Good morning all of you. Good morning. How are you? Hope all are fine. Okay, നമ്മൾ ഫസ്റ്റ് GK യുടെ ക്ലാസ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ GK യിൽ പേജ് നമ്പർ 311. 311ലെ ചാപ്റ്റർ ആണ് എടുക്കാനായിട്ട് പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് ന്യൂസ് പേപ്പേഴ്സ്. നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ കാണുന്ന ന്യൂസ് പേപ്പേഴ്സിന്റെ നെയിംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഏതൊക്കെയാണ്? മലയാള മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി അല്ലേ? അങ്ങനെ പല പല ന്യൂസ് പേപ്പേഴ്സ്. ഇംഗ്ലീഷിലാണ് ദ ഹിന്ദു എന്നൊക്കെ ന്യൂസ് പേപ്പേഴ്സ് നമ്മൾ കാണാറുണ്ട് അല്ലേ? ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് പേപ്പേഴ്സ്. അതിലെന്താണ്? മാച്ച് ദ ന്യൂസ് പേപ്പേഴ്സ് വിത്ത് ഇറ്റ്സ് സിറ്റി കൺട്രി ഓഫ് പബ്ലിക്കേഷൻ. അപ്പോൾ ഒരു ന്യൂസ് പേപ്പറിന്റെ നെയിം കാണും, അത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന സിറ്റി കൺട്രി അല്ലേ, ആ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സിറ്റിയുടെ ആ ഒരു പേരായിരിക്കും ഓപ്പോസിറ്റ് സൈഡിൽ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ മാച്ച് ദ ന്യൂസ് പേപ്പർ വിത്ത് ഇറ്റ് സിറ്റി കൺട്രി ഓഫ് പബ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 1 to 10 വരെ ടീച്ചർ ആദ്യം ഒന്ന് വായിക്കാം. അതിന് ഓപ്പോസിറ്റ് സൈഡിൽ A to J വരെ ആദ്യം ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് മാച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് People's Daily, 2 Dawn, 3 Pravda, 4 The Daily Mirror, 5 Daily News, 6 Le Monde, 7 Al Ahram, 8 La Stampa, 9 Haaretz, 10 എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു L കൊടുത്തിട്ടുണ്ട്, L അപ്പോസ്ട്രോഫി കൊടുത്തിട്ടുണ്ട്. L ഒബ്സർവറ്റോറോ റൊമാനോ എന്നാണ് വായിക്കുന്നത്. ഓക്കെ, ഒബ്സർവറ്റോറോ റൊമാനോ എന്നാണ് വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് A എന്നുള്ളത് വേണ്ട, അതിന് പകരമായിട്ട് L എന്നാണ് ഇവിടെ വരേണ്ടത്. L അപ്പോസ്ട്രോഫി S O S S അങ്ങനെയാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ L ഒബ്സർവറ്റോറോ റൊമാനോ എന്നാണ് അത് വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ A ഇറ്റലി കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇറ്റലി. B റഷ്യ. ബ്രാക്കറ്റിലുള്ളത് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി, നിങ്ങൾ എഴുതി പഠിക്കുമ്പോഴോ അത് നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് നോക്കി വെക്കുക. മോസ്കോ. ഓക്കെ, ദെൻ C ഇസ്രായേൽ. D ദ വത്തിക്കാൻ. E ന്യൂയോർക്ക്. F ഈജിപ്റ്റ് കെയ്റോ. G പാകിസ്ഥാൻ കറാച്ചി. H ലണ്ടൻ. I ചൈന. J ഫ്രാൻസ്. ഓക്കെ, അപ്പോൾ അവിടെ സ്ഥലങ്ങളിൽ കാണുന്ന പത്രങ്ങൾ അല്ലേ, മുന്നേ അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ കണ്ടിരുന്ന പത്രങ്ങളുടെയൊക്കെ പേരുകൾ, സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് മാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? പെൻസിലെടുത്ത് മാച്ച് ചെയ്യുക, അല്ലെങ്കിൽ അത് നേരെയായിട്ട് 1 2 3 നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതുക. അതുപോലെ 5 times എഴുതിയും കൂടെ പഠിക്കണം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ പീപ്പിൾസ് ഡെയിലി. ഫസ്റ്റ് വൺ എന്താണ്? പീപ്പിൾസ് ഡെയിലി. ആ പത്രം കാണുന്നത് എവിടെയാണ്? ചൈന. എവിടെയാണ്? ചൈന. അപ്പോൾ പീപ്പിൾസ് ഡെയിലി, PEOPLESDAILY, പീപ്പിൾസ് ഡെയിലി ചൈന. അപ്പോൾ പീപ്പിൾസ് ഡെയിലി ചൈന, CHINA, ചൈന. I, ഓപ്ഷൻ I കണ്ടോ? ചൈന. സെക്കൻഡ് വൺ ഡാൺ. DAWN, ഡാൺ. എവിടെയാണ് കാണുന്നത്? പാകിസ്ഥാൻ അല്ലേ? നമ്മുടെ അയൽ രാജ്യമാണ് അല്ലേ പാകിസ്ഥാനിലാണ് ആ ഒരു ന്യൂസ് പേപ്പർ കാണുന്നത്. പാകിസ്ഥാൻ, PAKISTAN, പാകിസ്ഥാൻ. ഡാൺ, DAWN, ഡാൺ. പാകിസ്ഥാൻ ആണ്. പാകിസ്ഥാൻ നമുക്ക് എവിടെ കാണുന്നത് നോക്കി? G പാകിസ്ഥാൻ. കറാച്ചി അത് നിങ്ങൾ നോക്കണ്ട, പാകിസ്ഥാൻ എന്ന് മാത്രം പഠിച്ചാൽ മതി. എഴുതി പഠിക്കുമ്പോഴും പാകിസ്ഥാൻ എന്ന് പഠിക്കുക, കറാച്ചി. ഓക്കെ, ദെൻ പ്രാവ്ഡ. 3 പ്രാവ്ഡ, PRAVDA, പ്രാവ്ഡ. അതെവിടെയാണ് കാണുന്നത് നോക്കി? റഷ്യ. എവിടെ കാണുന്നത്? റഷ്യ. ഓപ്ഷൻ B റഷ്യ, മോസ്കോ. റഷ്യ, RUSSIA, റഷ്യ, RUSSIA, റഷ്യ. ഓക്കെ, ഇപ്പൊ പ്രാവ്ഡ എവിടെ കാണുന്നത്? റഷ്യ. എഴുതിയോ?
എഴുതി. ദ നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, ദി ഡെയിലി മിറർ. ദി ഡെയിലി മിറർ, അവിടെ സൈഡിൽ പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ചില പിക്ചേഴ്സ് കൊടുത്തിട്ടുള്ളൂ. ദി ഡെയിലി മിറർ കണ്ടോ, ഡെയിലി മിറർ, താഴെ ഡോൺ കണ്ടോ, പ്രൗഡ, അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് കൊടുത്തിട്ടില്ലാണ്ടോ, കണ്ടോ. ഓക്കെ, അപ്പൊ ഡെയിലി മിറർ, ഡെയിലി മിറർ ആ ഒരു ന്യൂസ് പേപ്പർ നമ്മൾ എവിടെയാണ് കാണുന്നത് നോക്കി. ഫോർത്ത് വൺ, ഡെയിലി മിറർ കാണുന്നത് ലണ്ടൻ. എവിടെയാണ് കാണുന്നത്? ലണ്ടൻ, LONDON, ലണ്ടൻ, ലണ്ടൻ, ലണ്ടൻ. H, ഓപ്ഷൻ H കണ്ടോ, ഓപ്പോസിറ്റ് സൈഡിൽ H ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ലണ്ടൻ. മാച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്പേഴ്സ് എഴുതിയാലും മതിയാവും. ഓക്കെ, ലണ്ടൻ എഴുതിയോ? എഴുതി. നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ, ഡെയിലി ന്യൂസ്. ഡെയിലി ന്യൂസ്, DAILY, ഡെയിലി ന്യൂസ്, NEWS, ഡെയിലി ന്യൂസ്. എവിടെയാണ് കാണുന്നത്? ന്യൂയോർക്ക്, ന്യൂയോർക്കിലാണ് ദി ഡെയിലി ന്യൂസ് കാണുന്നത്. ഓപ്ഷൻ E കണ്ടോ, ന്യൂയോർക്ക്, NEWYORK, ന്യൂയോർക്ക്. ന്യൂയോർക്കിലാണ് എന്ത് കാണുന്നത്? ഡെയിലി ന്യൂസ് കാണുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടാണ് ഉണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ടാണ് കിടത്തിരിക്കുന്നത്. ഡെയിലി ന്യൂസ്, ന്യൂയോർക്ക്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ, സിക്സ്ത് വൺ, ലി മോണ്ടെ. ലി മോണ്ടെ എവിടെ കാണുന്നത്? ഫ്രാൻസ്. ലി മോണ്ടെ, LEMONDE, ലി മോണ്ടെ എവിടെ കാണുന്നത്? ഫ്രാൻസ്, FRANCE, ഫ്രാൻസ് കണ്ടോ, ഫ്രാൻസ്. ഫ്രാൻസ് എവിടെയാണ് കിടക്കുന്നത്? ഓപ്ഷൻ J, ഫ്രാൻസ് കണ്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, 7, അൽ അഹ്റാം. അൽ അഹ്റാം എവിടെയാണ് കാണുന്നത്? ALAHRAM, അൽ അഹ്റാം ന്യൂസ് പേപ്പർ എവിടെയാണ്? ഈജിപ്റ്റ്. ഈജിപ്റ്റ്, EGYPT, ഈജിപ്റ്റ്. ഈജിപ്തിലാണ് കാണുന്നത്, ഈജിപ്റ്റ്. ഓക്കെ, അൽ അഹ്റാം, ഈജിപ്റ്റ്. ഈജിപ്റ്റ് എവിടെയാണ് കിടക്കുന്നത്? ഓപ്ഷൻ F കണ്ടോ, കേരള, ഓപ്ഷൻ F, ഈജിപ്റ്റ്, ഈജിപ്റ്റ്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ, എയ്ത്ത് വൺ, ലാ സ്റ്റാമ്പ. ലാ സ്റ്റാമ്പ, LASTAMPA, ലാ സ്റ്റാമ്പ എവിടെയാണ് കാണുന്നത്? എയ്ത്ത് വൺ, ഇറ്റലി. എവിടെയാണ്? ഇറ്റലി, ഓപ്ഷൻ A, ഇറ്റലി, ITALY, ഇറ്റലി കണ്ടോ, ഇറ്റലി കണ്ടല്ലോ. ഇറ്റലിയിലാണ് ആ ന്യൂസ് പേപ്പർ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഹാരറ്റ്സ്. ഹാരറ്റ്സ്, HAARETZ, ഹാരറ്റ്സ് കാണുന്നത് എവിടെയാണ്? ഇസ്രായേൽ. ഇസ്രായേലിലാണ് ആ ഒരു ന്യൂസ് പേപ്പർ കാണുന്നത്. ഇസ്രായേൽ, ഇസ്രായേൽ കണ്ടോ. ഇസ്രായേൽ എവിടെയാണ് കിടക്കുന്നത്? ഓപ്ഷൻ C, ISRAEL, ഇസ്രായേൽ, ഇസ്രായേൽ എഴുതിയോ? നെക്സ്റ്റ് വൺ, 10 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. എന്താണ്? El Osservatore Romano, Osservatore Romano എന്നാണ് വായിക്കുന്നത്. അത് എവിടെയാണ് കാണുന്നത്? വത്തിക്കാൻ, വത്തിക്കാനിലാണ് ഇത് കാണുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഒരു ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ് കേട്ടോ, El Osservatore Romano എന്ന് വായിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ആ ഒരു സ്പെല്ലിംഗ് നോക്കോളാ. L എന്ന് എഴുതി അപ്പോസ്ട്രഫി, മനസ്സിലായാലും എങ്ങനെയാണെന്നുള്ളത്? L', OS അങ്ങനെയാണ് എഴുതുന്നത്, മനസ്സിലായോ? ഓക്കെ, അപ്പൊ LOSSERVATORE ആൻഡ് റൊമാനോ, ROMANO, റൊമാനോ. ഓക്കെ, അപ്പൊ അത് എവിടെയാണ് കാണുന്നത്? വത്തിക്കാൻ, THE, വത്തിക്കാൻ, VATICAN, വത്തിക്കാൻ. വത്തിക്കാൻ സിറ്റിയിലാണ് ഈ ഒരു ന്യൂസ് പേപ്പർ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു 10 പഠിച്ചല്ലോ, എഴുതിയല്ലോ, ഇപ്പം മനസ്സിലായല്ലോ. അപ്പോൾ പീപ്പിൾസ് ഡെയിലി, ചൈന, ഡോൺ, പാകിസ്ഥാൻ, പ്രൗഡ, റഷ്യ, ദി ഡെയിലി മിറർ, ലണ്ടൻ, ആൻഡ് ഡെയിലി ന്യൂസ്, ന്യൂയോർക്ക്. നെക്സ്റ്റ് വൺ, ലി മോണ്ടി എവിടെയാണ് കാണുന്നത്? ഫ്രാൻസ്. അൽ അഹ്റാം, ഈജിപ്റ്റ്. ലാ സ്റ്റാമ്പ, ഇറ്റലി. ഹാരറ്റ്സ്, ഇസ്രായേൽ. ആൻഡ് എൽ ഒസ്സർവാറ്റോറെ റൊമാനോ, വത്തിക്കാൻ. ഓക്കെ, അപ്പോൾ അത് ലാസ്റ്റ് ഒത്തിരി പാടാണ് വായിക്കാനായിട്ട്. ഒസ്സർവാറ്റോറെ റൊമാനോ. ഓക്കെ.
മനസ്സിലായോ? മനസ്സിലായാലോ? അപ്പോൾ അത് മാച്ച് ചെയ്യുക, അല്ലെങ്കിൽ സൈഡിലായിട്ട് ആ നമ്പേഴ്സ് എഴുതുക. 5 times എഴുതിയും കൂടെ പഠിക്കുക. അപ്പോൾ സ്പെല്ലിംഗ് ഉൾപ്പെടെ വേണം പഠിക്കാനായിട്ട്. സ്പെല്ലിംഗ് ഞാൻ ചോദിക്കും, അത് ന്യൂസ് പേപ്പറിൻ്റെ സ്പെല്ലിംഗ് ആയാലും ഞാൻ ചോദിക്കും, അതുപോലെ ഈ സ്ഥലങ്ങളുടെ പേരുകളായാലും ഞാൻ സ്പെല്ലിംഗ് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലായോ? മനസ്സിലായാലോ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറെ വിളിച്ച് ചോദിക്കാം. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് സയൻസിലെ നെക്സ്റ്റ് ചാപ്റ്റർ 4 ഓൾ അബൌട്ട് ബേർഡ്സ്. ഓൾ അബൌട്ട് ബേർഡ്സ്. അപ്പോൾ ബേർഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആനിമൽസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? നെക്സ്റ്റ് നമ്മളത് പഠിക്കാൻ പോകുന്നത് ഓൾ അബൌട്ട് ബേർഡ്സ്. ബേർഡ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടീച്ചർ ടെക്സ്റ്റ് ആദ്യം ഒന്ന് വായിക്കാം. ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കാം. എല്ലാവരും നോക്കിയിരിക്കാം. ഓക്കെ, we have all seen animals that live around us like dogs, cats, squirrels, cow and birds. Birds are different from other animals. They can fly. There are many different types of birds. All birds have wings and feathers. They lay eggs to reproduce. They may differ in shape, size, color or food habits. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേർഡ്സിനെ കുറിച്ചാണ്. അപ്പം എന്താ പറഞ്ഞാൽ വി ഹാവ് ഓൾ സീൻ ആനിമൽസ് ദാറ്റ് ലിവ് അറൗണ്ട് അസ് ലൈക്ക് ഡോഗ്സ്, ക്യാറ്റ്സ്, സ്ക്വയറൽസ്, കൗസ് ആൻഡ് ബേർഡ്സ്. അപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടിലേക്ക്, നമ്മൾ നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് നിരവധി ആനിമൽസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ജീവിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ലൈക്ക് ഡോഗ്സ്, പട്ടികൾ, പിന്നെ ക്യാറ്റ്സ്, പൂച്ച, സ്ക്വിറൽസ്, അണ്ണാൻ, പിന്നെ കൗ, പശു, അതുപോലെ ബേർഡ്സ്, പക്ഷികൾ അല്ലേ? നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പക്ഷി, ഒരു കാക്കയോ അല്ലേ, കാക്കയോ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് പരുന്തിനെ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ മുറ്റത്തേക്ക് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെവി കൂർപ്പിച്ച് നോക്കിയിരുന്നാൽ നമ്മുടെ വീട്ടിൽ ഒന്ന് ഏതെങ്കിലുമൊക്കെ ഒരു കിളി കരയുന്ന ശബ്ദം അല്ലെങ്കിൽ കാക്ക കരയുന്ന ശബ്ദം ഒക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ എല്ലാ ദിവസവും എന്താ ഒരു പക്ഷിയെങ്കിലും നമ്മൾ കാണാറുണ്ട് അല്ലേ? കാക്കയെങ്കിലും എല്ലാ ദിവസവും നമ്മൾ കാണാറില്ലേ? ഉണ്ട്. അപ്പോൾ നമ്മൾ ചുറ്റുപാടിലേക്ക് നോക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ഒരു ആനിമൽസിനെ നമ്മൾ കാണാറുണ്ട്, ഉണ്ടല്ലോ. നോക്കി, ബേർഡ്സ് ആർ ഡിഫറെന്റ് ഫ്രം അതർ ആനിമൽസ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ആനിമൽസ് അല്ലേ, നമ്മൾ പറഞ്ഞു കൗ, ക്യാറ്റ്, ഡോഗ്, ഇവയെ പോലെയല്ല എന്ത് ബേർഡ്സ് എന്ന് പറയുന്നത് അല്ലേ? ബേർഡ്സ് എന്താണ്? ഡിഫറെന്റ് ആണ്. അവർക്ക് എന്താണ് അവരുടെ ആ കഴിവ്? എന്താണ്? ദേ ക്യാൻ ഫ്ലൈ. അവർക്ക് എന്താ? പറക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? ദേ ക്യാൻ ഫ്ലൈ. അവർക്ക് പറക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, ആണല്ലോ? ആണ്. അപ്പം ആ ഡോഗ്, ക്യാറ്റും ഒക്കെ പറക്കുന്നുണ്ടോ? ഇല്ല. അവ എന്താണ് നമ്മുടെ ഭൂമിയിലൂടെ 4 കാലിലാണവ നടക്കുന്നത്. ബട്ട് എന്താണ് നമ്മുടെ ബേർഡ്സ്? എന്താണ്? ബേർഡ്സിന് പറക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ there are many different types of birds. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് ഉണ്ട് നമ്മൾ കാണുന്നല്ലേ? ബേർഡ്സ് എന്ന് പറയുമ്പോൾ പക്ഷികൾ. ആ പക്ഷികളിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പല പക്ഷികളുണ്ടല്ലേ, നമ്മൾ കാണാറുണ്ട്. പാരറ്റ്, ക്രൗ അല്ലെ, അങ്ങനെ പല എന്താണ് പീജിയൻ, അങ്ങനെ പല പല പക്ഷികളെ നമ്മൾ കാണാറുണ്ട്, ഉണ്ടല്ലോ. നോക്കി, ഓൾ ബേർഡ്സ് ഹാവ് വിങ്സ് ആൻഡ് ഫെദേഴ്സ് അല്ലെ? നമ്മൾ കാണുന്ന മിക്ക പക്ഷികൾക്കും എന്തുണ്ട്? വിങ്സ്, ചിറകുകളും, ഫെദേഴ്സ്, തൂവലുകളും ഉണ്ട് അല്ലേ? നമ്മൾ നോക്കുന്ന മിക്ക പക്ഷികൾക്കും എന്തുണ്ട്? ഫെദേഴ്സും വിങ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? ഏതെങ്കിലും ഒരു പക്ഷി നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? നമ്മൾ നോക്കുന്ന മിക്ക പക്ഷികൾക്കും എന്തുണ്ട്? ഫെദേഴ്സ്, ചിറകുകളും, വിങ്സ്, ചിറകുകളും, അതുപോലെ ആ വിങ്സിൽ എന്തുണ്ട്? തൂവലുകൾ, ചെറിയ ചെറിയ തൂവലുകളും അവയിൽ ഉണ്ട്. Then they lay eggs to reproduce. അപ്പോൾ പക്ഷികൾ എന്താണ്? അവരുടെ റീപ്രൊഡ്യൂസ് ആയിട്ട് എന്താ ചെയ്യുന്ന? എഗ്, മുട്ടയാണ് അല്ലെ? മുട്ട വിരിയിച്ചാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ? മുട്ടയാണ്, പക്ഷികൾ മുട്ടയാണ് ഇടുന്നത് അല്ലെ? നമ്മുടെ വീട്ടിൽ കോഴി ഉണ്ടെങ്കിൽ കോഴി എന്താ ഇടുക? മുട്ടയാണ് ഇടുന്നത്. അതുപോലെ കാക്കകളായാലും അതുപോലെ തത്ത, നമ്മുടെ വീട്ടിൽ ലവ് ബേർഡ്സ് ഒക്കെ നമ്മൾ വളർത്താറുണ്ട് അല്ലെ? ലവ് ബേർഡ്സിനെ ഒക്കെ വളർത്താറുണ്ട്. അപ്പൊ ലവ് ബേർഡ്സ് ഒക്കെ എന്താ ഇടുന്നത്? മുട്ടയാണ് ഇടുന്നത്. They may differ in shape, size, color or food habits. അപ്പോൾ നമ്മൾ പറഞ്ഞു
പക്ഷികൾ ബേർഡ്സിന് എന്താ പറക്കാനുള്ള കഴിവുണ്ട്, അവർക്ക് വിങ്സ് ഉണ്ട്, ഫെദേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ എല്ലാ പക്ഷികളും ഒരുപോലെയാണോ? അല്ല. അവ എന്താ, ദേ മേ ഡിഫർ ഇൻ ഷേപ്പ്. അവയുടെ ഷേപ്പില്, സൈസില്, കളറില്, ഫുഡ് ഹാബിറ്റ്സിലെല്ലാം അവർ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലെ. അവർ പല ഷേപ്പ്, ചെറുത് വലുത് സൈസ് അല്ലെ, പല ഷേപ്പും പല സൈസും ആയിരിക്കും. അതുപോലെ കളറ് ഡിഫറെൻറ്റ് കളറായിരിക്കും. പാരറ്റിന് എന്താ ഗ്രീൻ കളറാണ്, നമ്മുടെ കാക്കിക്ക് എന്താണ് കറുപ്പ് അല്ലെ, കറുത്ത കളറാണ്. പ്രാവുകൾക്ക് വൈറ്റ് ഉണ്ട്. അതുപോലെ പല പല കളേഴ്സ് ഉണ്ട് അല്ലേ. അതുപോലെ ഫുഡ് ഹാബിറ്റ്സിൽ അവർ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർ എന്താണ് മാംസം കഴിക്കാറുണ്ട്, അതുപോലെ പിന്നെ ധാന്യങ്ങൾ കഴിക്കുന്നവരുണ്ട്. അങ്ങനെ ഫുഡ് ഹാബിറ്റ്സിൽ അവർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ആ സൈഡിൽ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നുണ്ടോ, കിളിയുടെ ടീച്ചർ വരച്ചിട്ടുണ്ട്. വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും നോക്കിയേ എന്താണ് ആ ഒരു കിളീന്റെ രൂപമൊക്കെ ഇല്ലേ ഉണ്ട്. അപ്പൊ നോക്കി, ബീക്ക് അല്ലെ, അതിന്റെ കൊക്ക് അല്ലെ, ദെൻ ഹെഡ്, ഐ കണ്ണുണ്ട്, ആൻഡ് വിങ്സ് അല്ലെ, പറക്കാനായിട്ട് ചിറകുകളുണ്ട്, ബോഡി, ദെൻ ഫീറ്റ്. ഇത്രയാണ് നമ്മൾ കാണുന്ന ആ ഒരു പക്ഷിയുടെ രൂപം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ അവിടെ നോക്കി, അവിടെ പിക്ചേഴ്സ് കണ്ടിട്ടില്ലേ, കാണുന്നില്ലേ? ഫസ്റ്റ് ഹെഡ്, നമ്മളെ പോലെ തന്നെ ഹെഡ് ഉണ്ട്, ഐ ഉണ്ട്, നമ്മുടെ ചുണ്ട്, അവർക്ക് എന്താ ചുണ്ടുണ്ട്, പക്ഷെ അവൻ നമ്മൾ എന്താ പറയണേ, കൊക്കുകൾ എന്നാണ് പറയുന്നത്. കൊക്ക്, ബീക്ക് ഉണ്ട്, പിന്നെന്താ നമുക്കില്ലാതെ എന്തുണ്ട് അവർക്ക്, വിങ്സ്, ചിറകുകൾ. എന്തിനു വേണ്ടി? പറക്കുവാൻ വേണ്ടി വിങ്സ് ഉണ്ട്. ദെൻ ബോഡി, ദെൻ എന്തുണ്ട്, ഫീറ്റ്, 2 കാലുകളുണ്ട്. ഓക്കെ, അപ്പൊ എത്രയാണ് നമ്മുടെ ആ ഒരു ബേർഡ് എന്തോ പറയുമ്പോൾ നമ്മൾ കാണുന്ന ബേർഡ് അല്ലേ ആണ്. അപ്പൊ ഈ ബേർഡ്സിനെല്ലാം എന്തുണ്ട്, ഇത്രയും കാര്യങ്ങളാണ് ബേർഡ്സിനുള്ളത്. ഇനി ബോഡി ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബേർഡ്സിന് ഐ ഉണ്ട്, വിങ്സ് ഉണ്ട്, ബോഡി ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി ബോഡി ഫീച്ചേഴ്സ് ആണ് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കിയേ, ബോഡി ഫീച്ചേഴ്സ്, ബോഡിയുടെ സവിശേഷതകൾ. Birds have colorful wings and feathers. Their beaks are designed to help them feed. They have no teeth. They have 2 feet. Their bones are hollow. The special features that let them fly are their bodies are light. They have streamlined bodies. They have wings. They have feathers. A bird's body is covered with feathers. There are 3 different types of feathers. First one, down feathers. These are soft and short and keep the bird warm. 2, wing feathers. These are on its wings and allow the bird to fly. 3, tail feathers. These feathers act as a steering to change direction during flight. ഓക്കെ, അപ്പൊ ഇതാണ് എന്താണ് നമ്മുടെ ബോഡി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നോക്കാം, ബേർഡ്സ് ഹാവ് കളർഫുൾ വിങ്സ് ആൻഡ് ഫെദേഴ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബേർഡ്സ് എല്ലാം ഒരേ കളറോ അല്ലെങ്കിൽ ഒരേ ഷേപ്പോ ഒന്നും ആയിരിക്കത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ബേർഡ്സ് ഹാവ് കളർഫുൾ വിങ്സ് ആൻഡ് ഫെദേഴ്സ്. ബേർഡ്സിന് കളർഫുൾ ആയിട്ടുള്ള വിങ്സ്, ചിറകുകളും ഫെദേഴ്സ്, തൂലുകളും അവയ്ക്ക് ഉണ്ട്. Okay, then their beaks are designed to help them feed. അവയുടെ ബീക്സ്, അവയുടെ ആ ചുണ്ട്, കൊക്ക്, അവയെ എന്താണ് ഡിസൈൻ ടു ഹെൽപ്പ് ദം ഫീഡ്. അവ എന്ത് ഭക്ഷണം, അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൂർത്തിട്ടല്ലേ. മിക്ക പക്ഷികളിലൊക്കെ ചുണ്ട് ഇങ്ങനെ ആയിരിക്കും, ജസ്റ്റ് ഒന്ന് കൂർത്തിട്ടൊക്കെ ആയിരിക്കും മിക്ക പക്ഷികളെയും ആ ഒരു ചുണ്ട് കാണപ്പെടുന്നത് അല്ലേ. അപ്പൊ അവയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചുണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. They have no teeth. അപ്പൊ ഈ പക്ഷികൾക്ക് എന്തില്ല, ടീത്ത് ഇല്ല, പല്ലില്ല. അവയ്ക്ക് എന്തില്ല, പല്ലുകളില്ല. അപ്പൊ അവ എന്താണ് ആ ഒരു ബീക്സ് വെച്ചിട്ടാണ് അവ ഭക്ഷണം കൊത്തിയെടുത്ത് നുറുക്കി കഴിക്കുന്നത് അല്ലെ. ധാന്യങ്ങളൊക്കെ അവ കൊത്തിയെടുത്ത് വിഴുങ്ങാണ് ചെയ്യുന്നത്. ഇത്തിരി വലിയ ധാന്യമാണെങ്കിൽ കൊത്തി കൊത്തി ഒക്കെ തിന്നാണ് ചെയ്യുന്നത് അല്ലേ. തിന്ന് മുറിച്ച് ആ ഒരു ധാന്യം മുറിച്ച് ഒക്കെയാണ് ആ ഒരു കട്ടിയുള്ള, നല്ല കട്ടിയുള്ള ബീക്സ് ആയിരിക്കും അവയ്ക്ക്. ആ ഉപയോഗിച്ചിട്ടാണ് കഴിക്കുന്നത്. ഓക്കെ, അവയ്ക്ക് എന്തില്ല, പല്ലില്ല. They have 2 feet അല്ലെ. പക്ഷികൾക്ക് എന്താണ്, 2 കാലുകളാണുള്ളത്, 2 feet ആണ് ഉള്ളത്.
Then their bones are hollow. അവയുടെ ബോൺസ് എന്ന് പറയുന്നത്, അവയുടെ അസ്ഥികൾ എന്ന് പറയുന്നത് എന്താണ്, പൊള്ളയായിരിക്കും. എന്താണ് ഒരു നമ്മൾ അതിൻ്റെ ഒരു ബോൺ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകം എന്ന് പറയുന്നത് എന്തായിരിക്കും, പൊള്ളയായിരിക്കും കാണപ്പെടുക. ഓക്കെ. ദെൻ ദി സ്പെഷ്യൽ ഫീച്ചേഴ്സ് ദാറ്റ് ലെറ്റ് ദം ഫ്ലൈ ആർ. അവർക്ക് ഈ പക്ഷികൾക്ക് പറക്കാൻ സഹായിക്കുന്ന പല കാരണങ്ങളുണ്ട്. ഒരു പ്രത്യേക സവിശേഷതകൾ അവയ്ക്കുണ്ടാകും. അത് വെച്ചിട്ടാണ് അവ പറക്കുന്നത്. ഓക്കെ. നമുക്ക് പറക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. ചില ആനിമൽസ് അല്ലെ, ആനിമൽസിന് പറക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പൊ അവർക്ക് എന്താണ്, പക്ഷികൾക്ക് പറക്കാനായിട്ട് സാധിക്കും അല്ലെ. അവരുടെ ചിറകുകളുണ്ട്. ആ ഒരു ചിറകുകൾ വെച്ച്, ആ ഒരു ബോഡി വെച്ച് എങ്ങനെയാണ് അവ പറക്കുന്നത് എന്നുള്ള ഒരു സവിശേഷതയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ് സവിശേഷത? their bodies are light. അവയുടെ ബോഡി എന്ന് പറയുന്നത് ലൈറ്റ് അല്ലെ, ഭാരം കുറഞ്ഞവയാണ്. അവയുടെ ബോഡി എന്ന് പറയുന്നത് ഭാരം കുറഞ്ഞവയാണ്. നമുക്ക് 2 ചിറകുകൾ നൽകിയാൽ നമ്മൾ പറക്കുന്ന സമയത്ത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടും. എന്തുണ്ടാ, നമുക്ക് നല്ല വെയിറ്റ് ഉണ്ട് അല്ലെ. ആനിമൽസിലായാലും എന്താണെന്നാലും വെയിറ്റ് ഉണ്ട്. പക്ഷെ കുഞ്ഞു കിളികളൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് വലിയ വെയിറ്റ് ആണോ? ഇല്ല. അവയ്ക്ക് അവരുടെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ലൈറ്റ് ആയിരിക്കും, ഭാരം കുറഞ്ഞവയായിരിക്കും. Then 2, they have streamlined bodies. എന്താണ്, they have streamlined bodies. ഒരു നല്ല വഴക്കമുള്ള കാര്യക്ഷമമായ ഒരു ബോഡി ആയിരിക്കും അവയ്ക്ക് ഉണ്ടായിരിക്കുക. നല്ല സ്ട്രീംലൈൻഡ് ബോഡീസ് ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുന്നത്. Then they have wings. പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്, അവർക്ക് വിങ്സ് ഉള്ളത് കൊണ്ടാണ് അവ പറക്കുന്നത് അല്ലെ. അവയ്ക്ക് ചിറകുള്ളത് കൊണ്ടാണ് അവ പറക്കുന്നത്. Then they have feathers. അവയ്ക്ക് എന്തുണ്ട്, തൂവലുകൾ ഉണ്ട്. അപ്പൊ എന്താണ് 4 സവിശേഷത എന്ന് പറയുന്നത്? their bodies are light. അത് ജസ്റ്റ് പഠിച്ചു വെക്കുക. their bodies are light, they have streamlined bodies, then they have wings and they have feathers. Okay, മനസ്സിലായോ? അപ്പൊ 4 സവിശേഷത എന്താണെന്നുള്ളത്. ഓക്കെ. Then a bird's body is covered with feathers. ഒരു ബേർഡിന്റെ ബോഡി എന്ന് പറയുന്നത് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്ന എന്തുണ്ടാ, തൂവലുകൾ കൊണ്ടായിരിക്കും കവർ ചെയ്തിരിക്കുന്നത് അല്ലെ. അവയുടെ ബോഡി എന്ന് പറയുന്നത് ഫുൾ എന്താണ്, തൂവലുകൾ കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത് അല്ലെ. ആണ്. there are 3 different types of feathers. അപ്പോൾ ആ ഒരു തൂവലുകൾ അല്ലെ, 3 types of feathers ഉണ്ട് ആ ഒരു പക്ഷിക്ക്. പക്ഷികൾക്ക്, നമ്മൾ കാണുന്ന പക്ഷികൾക്ക് 3 types of feathers ആണ് അവയുടെ ബോഡിയിലുള്ളത്. ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ, down feathers. അപ്പൊ പിക്ചർ കാണുന്നുണ്ടോ, down feathers. ഈ കാണുന്ന down feathers, ആ ഒരു വിങ്ങിന്റെ ആ ഒരു താഴ്ന്ന ആ ഒരു ഭാഗം അല്ലെ, പറക്കുന്ന ആ താഴ്ന്ന ആ ഭാഗം down feathers കാണുന്നുണ്ടോ? പിക്ചർ നോക്കി, സൂക്ഷിച്ച് നോക്കി കാണാൻ. down feathers, DOWN feathers, FEATHERS, down feathers. അപ്പോൾ down feathers എന്താണ് down featherന്റെ പ്രത്യേകത എന്ന് നോക്കി. these are soft and short and keep the bird warm. അപ്പൊ അവയെന്ന് പറയുന്നത് these are soft, അവ വളരെ സോഫ്റ്റ് ആയിരിക്കും, വളരെ മൃദുലമായിരിക്കും. അതുപോലെ and short, ചെറുതായിരിക്കും, വളരെ ചെറുതായിരിക്കും. അതുപോലെ എന്താണ്, കീപ് ദ ബേർഡ് വാം, അവ എന്താണ്, അവയ്ക്ക് ചൂട് നൽകുന്നത്, ചൂട് ഒരു ശരീരത്തിന് ആ ഒരു ടെമ്പറേച്ചർ നൽകുന്നത് ആ ഒരു ഡൗൺ ഫെദർ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഫസ്റ്റ് പ്രത്യേകത ആ ഒരു ചിറക്, ഡൗൺ ഫെദർ. ചിറകുകളെ 3 അല്ലെ, തൂവലുകളെ 3 ആയിട്ട് നമ്മൾ തരംതിരിച്ചില്ല. ഫെദേഴ്സിന് 3 types of ആയിട്ട് നമ്മൾ പറഞ്ഞു. ഡൗൺ ഫെദർ, വിങ് ഫെദേഴ്സ് ആൻഡ് ടെയിൽ ഫെദേഴ്സ്. ഫസ്റ്റ് വൺ പറഞ്ഞത് ഡൗൺ ഫെദേഴ്സ് ആണ്. അവയെന്ന് പറയുന്നത് സോഫ്റ്റ് ആണ് ആൻഡ് ഷോർട്ട് ആണ്. അതുപോലെ അവയുടെ ശരീരത്തിന് ചൂട് നൽകുന്നതാണ്. അപ്പോൾ ജസ്റ്റ് എന്ന് പറയാണ് ഡൗൺ ഫെദേഴ്സ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ എന്ന് പഠിച്ചാൽ മതി. ഓക്കെ. നമുക്കത് എന്താണ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഡൗൺ ഫെദേഴ്സ് എന്ന് പഠിച്ചതിന് ശേഷം എന്താണ് ടെമ്പറേച്ചർ എന്ന് എഴുതിയാൽ മതി. ടെമ്പറേച്ചർ. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വിങ് ഫെദേഴ്സ് ആണ്. വിങ് ഫെദേഴ്സ്, ആ ഒരു ചിറകുകളല്ലേ വിങ് ഫെദേഴ്സ്. ആ വിങ് ഫെദേഴ്സ് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്? ദീസ് ആർ ഓൺ ഇറ്റ്സ് വിങ്സ് ആൻഡ് അലൗ ദ ബേർഡ് ടു ഫ്ലൈ.
എന്താണ് വിങ് ഫെദേഴ്സ് എന്ന് പറയുന്നത്? ദീസ് ആർ ഓൺ ഇറ്റ്സ് വിങ്സ് ആൻഡ് അലൗ ദ ബേർഡ്സ് ടു ഫ്ലൈ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു കുഞ്ഞു കുഞ്ഞു അല്ലെ, സോഫ്റ്റ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ആ ഒരു ബോഡിയിൽ കാണുന്ന ആ ഒരു എന്താണ് തൂവലുകൾ. അതെന്ന് പറയുന്നത് എന്താ? ആ ഒരു ഭാഗത്ത് കാണപ്പെടുന്ന ഈ തൂവലുകൾ എന്ന് പറയുന്നത് അവയുടെ ബോഡി ചൂടാവാനായിട്ടും സോഫ്റ്റും അതുപോലെ ചെറുതും ഒക്കെയാണ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ പറഞ്ഞത് വിങ് ഫെദേഴ്സ് അല്ലെ, പറക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗം. ദീസ് ആർ ഓൺ ഇറ്റ്സ് വിങ്സ് ആൻഡ് അലൗ ദ ബേർഡ് ടു ഫ്ലൈ. അപ്പൊ ആ ഒരു ചിറകുകൾ എന്ന് പറയുന്നത് പറക്കാനായിട്ട് അവയെ സഹായിക്കുന്ന ഭാഗമാണ് എന്ത്? വിങ് ഫെദേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. നീളം കൂടെ ആ ഒരു ഫെദേഴ്സ് ഇല്ലേ, ആ ഒരു ചിറകുകൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ടെയിൽ ഫെദേഴ്സ്. ടെയിൽ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം വാലിന്റെ ഭാഗം അല്ലെ, ടെയിൽ ഫെദേഴ്സ്. ആ വാലിന്റെ ഭാഗത്ത് കാണുന്ന ആ തൂവലുകൾ അത് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു? ദീസ് ഫെദേഴ്സ് ആക്ട് ആസ് എ സ്റ്റിയറിംഗ് ടു ചേഞ്ച് ഡയറക്ഷൻ ഡ്യൂറിംഗ് ഫ്ലൈറ്റ്. അപ്പോ ആ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെ, പക്ഷികള് ചിറകിട്ടടിച്ച് പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവ എന്താണ് ആ ഒരു സൈഡിലായിട്ട് കുറച്ച് ഫുഡ് ഇരിക്കുന്നതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അതിന്റെ ഒരു ഭക്ഷണം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് പറന്നു പോകണം. അതിനുവേണ്ടി അതിന്റെ ഡയറക്ഷൻ, ആ ഒരു സ്റ്റിയറിംഗ്, നമ്മുടെ കാറിന്റെ സ്റ്റിയറിംഗ് നമ്മൾ കണ്ടിട്ടില്ലേ? എന്തിനാണ് കാറിന്റെ സ്റ്റിയറിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്? വലത്തോട്ട് പോകണമെങ്കിൽ വലത്തോട്ട്, അല്ലെങ്കിൽ ഇടത്തോട്ട് പോകണമെങ്കിൽ ഇടത്തോട്ട് എന്നൊക്കെ നമ്മൾ ആ ഒരു ഡയറക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിയറിംഗ് നമ്മൾ കാറുകളിലൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ? ആണ്. അപ്പോൾ സെയിം തന്നെയാണ്, അതിന്റെ സ്റ്റിയറിംഗ് ആണ് ആ ഒരു പക്ഷിയുടെ സ്റ്റിയറിംഗ്. ആ ഒരു സ്റ്റിയറിംഗ് എന്ന് മാത്രം ഓർത്തിരിക്കുക. സ്റ്റിയറിംഗ് ആണ് ടെയിൽ ഫെദേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ദിശ മാറ്റണമെന്നുണ്ടെങ്കിൽ, അതിന് ആ ഒരു സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം, ആ ഒരു തൂവലാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ 3 ടൈപ്സ് മനസ്സിലായോ? ഫസ്റ്റ് ഡൗൺ ഫെദേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു താഴെയുള്ള ആ ഒരു കുഞ്ഞു സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗം. ഓക്കെ, അത് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു? ടെമ്പറേച്ചർ. അത്രയും പഠിച്ചാൽ മതി, ടെമ്പറേച്ചർ. ദെൻ വിങ് ഫെദേഴ്സ്. വിങ് ഫെദേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ആ ഒരു ചിറകുകൾ അല്ലെ, ബേർഡ് ടു ഫ്ലൈ. അപ്പൊ അത് അത്രയും നോക്കാം. എന്താണ് വിങ് ഫെദേഴ്സ് എന്ന് പറയുമ്പോൾ? ഫ്ലൈയിങ്. ദെൻ 3 ടെയിൽ ഫെദേഴ്സ്. ടെയിൽ ഫെദേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? സ്റ്റിയറിംഗ് ആൻഡ് ഡയറക്ഷൻ ആണ് സ്റ്റിയറിംഗ്. ചെറുതായിട്ട് നമുക്ക് പഠിക്കാം. ഡൗൺ ഫെദേഴ്സ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ, വിങ് ഫെദേഴ്സ് ഫ്ലൈയിങ്, ആൻഡ് ടെയിൽ ഫെദേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റിയറിംഗ്. അത്രയും 3 കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കാമല്ലോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യം മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി നെക്സ്റ്റ് നോക്കി, ഹൗ ഡു ബേർഡ്സ് ഫ്ലൈ? അപ്പോൾ ആ ഒരു പക്ഷിക്ക് പറക്കാനായിട്ട് നമുക്ക് പറഞ്ഞു നമ്മൾ ചിറകുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പറക്കാൻ വേണ്ടിയിട്ട് ചിറകുകളാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് പറക്കുന്നത്? ഹൗ ഡു ബേർഡ്സ് ഫ്ലൈ എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, ബേർഡ്സ് fly using their wings and feathers. They also have very strong breast muscles with which they flap their wings. This flapping makes them soar up. The streamlined shape of the wings and the movement of the feathers of their wings make them fly. The tail feathers are used to change direction while flying. Ostriches, kiwis and penguins can't fly. അപ്പോൾ എങ്ങനെയാണ് പക്ഷികൾ പറക്കുന്നുള്ളത് ആ ഒരു ഇത്രയും പറഞ്ഞുതരാം. എന്നാ ബേർഡ്സ് ഫ്ലൈ യൂസിങ് ദെയർ വിങ്സ് ആൻഡ് ഫെദേഴ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെ പക്ഷികൾ പറക്കുന്നു? ബേർഡ്സ് ഫ്ലൈ യൂസിങ് ദെയർ വിങ്സ് ആൻഡ് ഫെദേഴ്സ്. വിങ്സും ചിറകുകളും തൂവലുകളും ഉപയോഗിച്ചാണ് അവ പറക്കുന്നത്. They also have very strong breast muscles with which they flap their wings. അപ്പോൾ അവയുടെ ചിറകുകൾ അല്ലെ, ആ ചിറകുകൾ ഉപയോഗിച്ചിട്ടാണ് പറക്കുന്നത്. അവയുടെ ആ ചിറകുകൾ എന്ന് പറഞ്ഞാൽ വെരി സ്ട്രോങ് ബ്രസ്റ്റ് മസിൽസ്. അതിന് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പേശികൾ അല്ലെ, ബ്രസ്റ്റ് മസിൽസ് അവയ്ക്ക് ആ ഒരു ചിറകുകളിലുണ്ട്. അപ്പൊ ആ ചിറകുകൾ ഉപയോഗിച്ച് എന്താ ഫ്ലാപ്പ് ദെയർ വിങ്സ്. അവ ഫ്ലാപ്പ് ചെയ്യുന്ന പക്ഷികൾ എങ്ങനെ പറക്കുന്നത്? ഇങ്ങനെയല്ലേ, ഇങ്ങനെയാണ് പറക്കുന്നത്, ഫ്ലാപ്പ് ചെയ്യുക അല്ലെ. അപ്പൊ ആ ഒരു ചിറകുകളിൽ കാണുന്ന ആ ഒരു പേശികൾ ഈ ഭാഗത്തായിട്ട് ബ്രസ്റ്റ് മസിൽസ് എന്തെന്ന് പറയുന്നത് എന്താണ്? വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബ്രസ്റ്റ് മസിൽസ് ആയിരിക്കും. ഈ ഭാഗങ്ങളിൽ കാണുന്ന ബ്രസ്റ്റ് മസിൽസ് വളരെ
സ്ട്രോങ് ആണ്. അതുകൊണ്ട് അവ എന്ത് ചെയ്യുന്നു? ഫ്ലാപ്പ് ചെയ്ത് പറന്ന് പോകുന്നു. This flapping makes them soar up. അപ്പൊ ഈ ഒരു ഫ്ലാപ്പിംഗ് ആണ് ഉയരങ്ങളിലേക്ക് പറക്കുവാനായിട്ട് സഹായിക്കുന്നത് അല്ലേ? ഇപ്പൊ നമ്മൾ കാക്കി നമ്മൾ ഓടിക്കുന്ന സമയത്ത് കാക്ക ഇങ്ങനെ പറന്നാണ് അല്ലേ പോവാ, മുകളിലേക്ക് ഉയർന്നാണ് പറന്ന് പോകുന്നത്. അപ്പൊ ഈ ഫ്ലാപ്പിംഗ് ആണ് ഉയരങ്ങളിലേക്ക് പറന്നു പോകാനായിട്ട് സഹായിക്കുന്നത്. Then the streamlined shape of the wings and the movement of the feathers of the wings make them fly. അപ്പോൾ the streamlined shape, അപ്പോൾ നമ്മുടെ ഈ പക്ഷികളുടെ ചിറകുകളുടെ ആ ഒരു ഷേപ്പ് എന്ന് പറയുമ്പോൾ സ്ട്രീംലൈൻ ഷേപ്പ് ആയിരിക്കും. ഒരു സ്ട്രീംലൈൻ ആയിട്ടുള്ള അല്ലേ, ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും പക്ഷികളുടെ ചിറകുകൾക്ക്. ആ ഒരു ഷേപ്പും പിന്നെ എന്താണ് ആ ഒരു വിങ്സിന് എന്താണ് ഫ്ലാപ്പിംഗ് ചെയ്യുന്ന ആ ഒരു മൂവ്മെന്റും ഒക്കെയാണ് അവയെ പറക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ ദ സ്ട്രീംലൈൻ ഷേപ്പ് ഓഫ് ദ വിങ്സ്, ആ ഒരു സ്ട്രീംലൈൻ ഷേപ്പും ആൻഡ് ദ മൂവ്മെന്റ് ഓഫ് ദ ഫെദേഴ്സ് ഓഫ് ദെയർ വിങ്സ് മേക്ക് ദം ഫ്ലൈ. ആ ഒരു ഫെദേഴ്സിന്റെ മൂവ്മെന്റ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ടെയിൽ ഫെദേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡയറക്ഷൻ ആണ്, അതുപോലെ വിങ് ഫെദേഴ്സ് അതിന് പറക്കാനായി ആ ഒരു ഫ്ലാപ്പിംഗ് അല്ലേ നമ്മൾ പറക്കാനായിട്ട് സഹായിക്കുന്നു അല്ലെ. അപ്പൊ അതൊക്കെയാണ് അവയെ പറക്കാനായിട്ട് അവയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. സ്ട്രീംലൈൻ ഷേപ്പ്, ആ ഒരു ചിറകിന്റെ ഷേപ്പും അതുപോലെ അതിൻ്റെ ഫെദേഴ്സിന്റെ വിങ്സിനൊക്കെ ആ ഒരു മൂവ്മെന്റ്സും ഒക്കെയാണ് അവയെ പറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. The tail feathers are used to change direction while flying. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലെ, ടെയിൽ ഫെദേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു പക്ഷിയുടെ ഡയറക്ഷൻ ആണ് നിയന്ത്രിക്കുന്നത്. ടെയിൽ ഫെദേഴ്സ് ആണ് അവയ്ക്ക് അവിടെ ഒരു ഭക്ഷണം ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോകാനോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പക്ഷികളെ വലിയ പക്ഷികളെ ആക്രമിക്കാൻ വരുമ്പോൾ അവർ ഡയറക്ഷൻ മാറിയൊക്കെ പോകണമെങ്കിൽ ഈ ഒരു ഫെദർ ആണ് സഹായിക്കുന്നത്. ഓക്കെ, ദെൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നുണ്ടോ, ഓസ്ട്രിച്ചസ് അല്ലെ, ഓസ്ട്രിച്ച് ഒട്ടക പക്ഷികള്, അതുപോലെ കിവീസ്, പെൻഗ്വിൻസ് കണ്ടിട്ടില്ലേ, പെൻഗ്വിൻസ് അവയ്ക്കൊക്കെ എന്തുണ്ട്, ചിറകുകളുണ്ട്. പക്ഷെ അവയ്ക്ക് എന്താ, അവയ്ക്ക് പറക്കാനായിട്ട് സാധിക്കില്ല. ദി കാൻറ്റ് ഫ്ലൈ, അവയ്ക്ക് പറക്കാനായിട്ട് സാധിക്കില്ല. ഓസ്ട്രിച്ചസിനും കിവീസിനും പെൻഗ്വിൻസിനും ഒക്കെ പറക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ പെൻഗ്വിൻസിനെ ഒന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ ശരീരം നല്ല വെയിറ്റ്, നല്ല ഭാരമുള്ളതായിരിക്കും, കുഞ്ഞു ചിറകുകളായിരിക്കും അല്ലെ, എനിക്ക് പറക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ എന്താണ്, പെൻഗ്വിൻസ് വെള്ളത്തിൽ കൂടി ഭയങ്കരമായിട്ട് നീന്തൊക്കെ ചെയ്യും അല്ലേ, ആണ്. അപ്പൊ ഓസ്ട്രിച്ചിനും കിവിനും പെൻഗ്വിനും ഒക്കെ എന്താ, പറക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇത്ര മനസ്സിലായോ? അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്ന ബേർഡ്സ് ഇൻ ഫ്ലൈറ്റ് കണ്ടോ, ഇങ്ങനെ നേരെ പറന്നതിന് ഫ്ലാപ്പിംഗ് ചെയ്ത് അല്ലെ, ചിറകടിച്ച് ഉയരുക അല്ലെ, ഇങ്ങനെ മുകളിലേക്കും താഴേക്കുമായിട്ട് ചിറകടിച്ചാണ് അവ പറക്കുന്നത്. Then types of flying. പല പക്ഷികളും പലതായിട്ടൊക്കെയാണ് പറക്കുന്നത്. അതെങ്ങനെയാണ് നോക്കിയേ. നോട്ട് ഓൾ ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സെയിം വേ. അപ്പോൾ എല്ലാ പക്ഷികളും എന്താണ്, സെയിം വേ ആയിട്ടായിരിക്കത്തില്ല, ഒരേ രീതിയിലായിരിക്കില്ല പക്ഷികൾ പറക്കുന്നത്. പലർക്കും പല പ്രത്യേകതകളാണ് കാണും. എന്താ, ദി സെയിം ബേർഡ് ക്യാൻ ഓൾസോ ഫ്ലൈ ഡിഫറെന്റ്ലി ആസ് പെർ ഇറ്റ്സ് നീഡ്സ്. അപ്പോൾ ആ ഒരു പക്ഷിക്ക് ദി സെയിം ബേർഡ് ക്യാൻ ഓൾസോ ഫ്ലൈ ഡിഫറെന്റ്ലി ആസ് പെർ ഇറ്റ്സ് നീഡ്സ്. അപ്പോൾ അവയുടെ ആവശ്യാനുസരണം, അവയ്ക്ക് എന്താണ് ആ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ആവശ്യാനുസരണം അവയ്ക്ക് പറക്കാനായിട്ട് അവ സാധിക്കുന്നുണ്ട്. അവയ്ക്ക് വ്യത്യസ്തമായ രീതിയിലൊക്കെ പറക്കാനായിട്ട് അവയ്ക്ക് സാധിക്കും. ഓക്കെ, then depending on the shape of their wings and the height at which they fly, there are 4 types of flying. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദി ഷേപ്പ് ഓഫ് ദെയർ വിങ്സ്, അവയുടെ വിങ്സിന്റെ ഷേപ്പ് അനുസരിച്ച് ആൻഡ് ദ ഹൈറ്റ്, ആ പറക്കുന്ന ഉയരം അനുസരിച്ചൊക്കെ അവയെ ആ ഒരു ഫ്ലൈയിങ്ങിനെ, ആ ഒരു പറക്കലിനെ എത്ര ടൈപ്പായിട്ട്, 4 ടൈപ്പായിട്ട് നമുക്ക് തരംതിരിക്കാം. എന്താണ് ഫസ്റ്റ് വൺ, സോറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ കുതിച്ചുയരുക എന്ന് പറയും സോറിങ്. ആൻഡ് താഴെ ഹോറിങ് എന്ന് പറയുമ്പോൾ ചുറ്റിക്കറങ്ങി ആ ഒരു ഭക്ഷണത്തിനൊക്കെ ചുറ്റിക്കറങ്ങി ആ ഒരു സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുക. ദെൻ
എങ്ങനെ സാധാരണ പക്ഷികൾ നമ്മൾ കാണുന്ന പോലെ ചിറകടിച്ച് വരിക. ദെൻ ഗ്ലൈഡിങ് എന്ന് പറയുമ്പോൾ തെങ്ങി നീങ്ങിയൊക്കെ പോവാന്ന് പറയും. അപ്പൊ അതെന്താണ് നോക്കാം. നോക്കി, ഈഗിൾസ് ഹാവ് ലാർജ് വിങ്സ്. ഈഗിൾസിന് നമ്മൾ കണ്ടിട്ടുണ്ട്, ഈഗിൾസ് അല്ലെ, ഈഗിൾസിന് എന്താണ്? ലാർജ് വിങ് ആണ്, വലിയ ചിറകുകളാണ് ഈഗിൾസിനുള്ളത്. ആൻഡ് ദേ ഗ്ലൈഡ് ഹൈ അപ്പ് ഇൻ ദി സ്കൈ. അവ എന്താണ്? ആകാശം നമ്മൾ ദൂരേക്ക് നോക്കുന്ന സമയത്ത് എന്താണ് പരുന്തുകളും അതുപോലെ കഴുകന്മാരൊക്കെ എന്താ അവ ഇങ്ങനെ നമ്മൾ ഫ്ലാപ്പ് ചെയ്യാണ് ചെയ്യുക അല്ലെ, ഇങ്ങനെ അല്ലെ, ആ ഒരു ചിറക് ഭയങ്കര വലിയ ചിറക് വിടർത്തിയാണ് അവ എന്താണ് തെങ്ങിങ്ങനെ കാറ്റിന് അനുസൃതമായ അല്ലെ ഇങ്ങനെ തെങ്ങി നീങ്ങിയൊക്കെ പോകണം നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ആൻഡ് ഗ്ലൈഡ് ഹൈ അപ്പ് ഇൻ ദി സ്കൈ. ഹോക്സ് to use their large wings for soaring. അതുപോലെ ഹോക്സ് പരുന്തുകളൊക്കെ എന്താ? to use their large wings, അവയുടെ വലിയ ചിറകുകൾ എന്തിനു വേണ്ടി? ആ ഒരു പറക്കാനായിട്ട് അവ ഉപയോഗിക്കുന്ന അല്ലെ. കുതിച്ചുയർന്ന് മുകളിലേക്ക് കുതിച്ചു ഉയർന്ന് നല്ല പൊക്കത്തിൽ നല്ല ഉയരത്തിലായിരിക്കും നമ്മൾ പരുന്തിനെയൊക്കെ നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ചിറകുകൾ അല്ലെ നമ്മൾ പറഞ്ഞു, ഡിപ്പെൻഡിങ് ഓൺ ദി ഷേപ്പ് ഓഫ് ദെയർ വിങ്സ്, അവയുടെ വിങ്സിനനുസരിച്ച് അവയുടെ ഉയരത്തിലേക്ക് അവ കുതിച്ചുയർന്നാണ് പറന്നു പോകുന്നത് അല്ലെ. അപ്പൊ ആ കഴുകന്മാരും അതുപോലെ പരുന്തുകളും ഒക്കെ അവയുടെ വലിയ ചിറകുകൾ ഉപയോഗിച്ച് ഉയരങ്ങളിലേക്ക് അവ എന്താണ് ഗ്ലൈഡ് അല്ലെ, ഗ്ലൈഡ് ചെയ്ത് ഉയർന്നു പൊങ്ങിയാണ് പോകുന്നത്. Then there is no flapping movement of wings when birds soar or glide. അപ്പോൾ സോർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് കുതിച്ചുയരുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് ഗ്ലൈഡ് ചെയ്യുമ്പോഴോ തിങ്ങി നീങ്ങുമ്പോഴോ ഒക്കെ അവ എന്ത് ചെയ്യാറില്ല? ചിറകടിക്കാറില്ല അല്ലെ. ഇനി നേരെ പറന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് ഒക്കെ നമ്മൾ എങ്ങനെ പോവാ? ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ. അതുപോലെയാണ് ചിറകടിക്കാതെ കുതിച്ചുയർന്നാണ് അവ ആ ഒരു ഉയരങ്ങളിലേക്ക് അവ പറന്നു പോകുന്നത് അല്ലെ ആണ്. Then pigeons fly by flapping their wings. ഇപ്പൊ പീജിയൻസ് നമ്മുടെ മുറ്റത്തെ ഒരു പ്രാവ് വന്നിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. നല്ല സൗണ്ട് ആയിരിക്കും അത്, ചിറകടിക്കുന്ന സൗണ്ട് എന്ന് പറയുന്ന നല്ല വലിയ സൗണ്ട് ആയിരിക്കും പ്രാവുകൾ പറക്കുന്ന സമയത്ത് അല്ലെ. പീജിയൻസ് പറക്കുന്ന സമയത്ത് അഥവാ എന്താ ചെയ്യാ? ഫ്ലാപ്പിംഗ്, അവ ചിറകടിച്ചാണ് പറക്കുന്നത്. Then hummingbirds flap their wings continuously to hover in one place in the sky. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാ ഹോറിങ് ചുറ്റിക്കറങ്ങി പറക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടോ ഹമ്മിങ് ബേർഡ്സ്, ചെറിയ ഹമ്മിങ് ബേർഡ്സ്, തേൻ കുടിക്കാനൊക്കെ വരുന്ന ഹമ്മിങ് ബേർഡ്സ്. അവ എന്താണ്? അവ ഒരിടത്ത് ഇരുന്നല്ല തേൻ കുടിക്കുക അല്ലെ. എന്താണവ? ആ ഒരു പൂവിന് ചുറ്റും ഇങ്ങനെ പറന്ന് ഫ്ലൈ ചെയ്തിട്ടാണവ ആ ഒരു ചുണ്ടുകൊണ്ട് തേൻ കുടിക്കുന്നത് അല്ലെ. ഹോറിങ് ഹമ്മിങ് ബേർഡ്സ്. മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത്? ഗ്ലൈഡ് ചെയ്യുക, അതുപോലെ സോറിങ്ങും ഫ്ലാപ്പിങ്ങും ഒക്കെ മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്? മനസ്സിലായി. അപ്പൊ ഇത്രയും നമുക്കിന്ന് പഠിച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാണ് ബേർഡ്സ് എന്ന് പറയുമ്പോൾ അവയ്ക്ക് പറക്കാനായിട്ട് സാധിക്കും. പറക്കാനുണ്ട്, അവയ്ക്ക് എന്തുണ്ട്? വിങ്സ് ഉണ്ട്, അതുപോലെ വിങ്സിൽ ബോഡിയിൽ ഫെദേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഫെദേഴ്സ് എന്ന് പറയുമ്പോൾ 3 types ഓഫ് ഫെദേഴ്സ് നമ്മൾ പറഞ്ഞു. ഡൗൺ ഫെദേഴ്സ്, വിങ് ഫെദേഴ്സ്, ടെയിൽ ഫെദേഴ്സ് പറഞ്ഞു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് പക്ഷികൾ പറക്കുന്നത്? ബേർഡ്സ് ഫ്ലൈ യൂസിങ് ദെയർ വിങ്സ് ആൻഡ് ഫെദേഴ്സ്. വിങ്സും ഫെദേഴ്സും ഉപയോഗിച്ചിട്ടാണ് പക്ഷികൾ പറക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ടൈപ്സ് ഓഫ് ഫ്ലൈയിങ് പറഞ്ഞു അല്ലേ. എത്ര ടൈപ്സ് ഉണ്ട്? 4 types. സോറിങ്, ഫ്ലാപ്പിംഗ്, ഹോറിങ്, ഗ്ലൈഡിങ്. ഓക്കെ, അപ്പം അത്രയും മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് 2 questions ആണുള്ളത്. പേജ് നമ്പർ 217, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ഓൾ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെദേഴ്സ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെദേഴ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു നോട്ട്സ് 2 നോട്ട്സ് എഴുതിയെടുക്കാം. ഫസ്റ്റ് വൺ എന്താണ്? വാട്ട് ആർ ഓൾ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെദേഴ്സ്? ഫെദേഴ്സിന് ഡിഫറെൻറ്റ് ടൈപ്സ്. എത്ര ടൈപ്സ് എന്നുള്ളത് പറഞ്ഞു? 3 types. ഇപ്പോൾ ചെറിയ ആ ഒരു നോട്ടായിട്ട് എഴുതാം അല്ലേ. ഡൗൺ ഫെദേഴ്സ് എന്ത് എഴുതി? എന്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത്? ഡൗൺ ഫെദേഴ്സ്, ടെമ്പറേച്ചർ, വിങ് ഫെദേഴ്സ്, ഫ്ലൈയിങ്, ടെയിൽ ഫെദേഴ്സ്, സ്റ്റിയറിംഗ് അല്ലേ.
എന്താണ് ഡൗൺ ഫെദേഴ്സ് ആ ടെമ്പറേച്ചർ ചൂടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ദെൻ വിങ് ഫെദേഴ്സ് എന്ന് പറയുന്നത് പറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ടെയിൽ ഫെദേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റിയറിങ് ഡയറക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിയറിങ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും സ്റ്റിയറിങ് അല്ലേ, അതിനു വേണ്ടി ഉപയോഗിക്കുന്നു. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ബേർഡ്സ് ഫ്ലൈ? എങ്ങനെയാണ് പക്ഷികൾ പറക്കുന്നത്? എങ്ങനെയാണ്? ബേർഡ്സ് ഫ്ലൈ യൂസിങ് ദെയർ വിങ്സ് ആൻഡ് ഫെദേഴ്സ്. പക്ഷികൾ എന്താണ് അവയുടെ ചിറകുകളും തൂവലുകളും ഉപയോഗിച്ചിട്ടാണ് പറക്കുന്നത്. ബേർഡ്സ് ഫ്ലൈ യൂസിങ് ദെയർ വിങ്സ് ആൻഡ് ഫെദേഴ്സ്. രണ്ടെണ്ണം മനസ്സിലായോ? അത്ര എഴുതുമല്ലോ, അത്ര എഴുതുക, നല്ലതുപോലെ വായിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ഇത് കൂടാതെ തന്നെ ചെറിയ ക്വസ്റ്റ്യൻസ് അല്ലേ? ഏതൊക്കെയാണ്? ബോഡി ഫീച്ചേഴ്സ്, ബോഡിയുടെ സവിശേഷതകൾ എന്താണ്? their bodies are light, they have streamlined bodies, they have wings and they have feathers. അത് പഠിക്കുക. അതുപോലെ ടൈപ്സ് ഓഫ് ഫ്ലൈയിങ് ഏതൊക്കെയാണ്? 4 types: soaring, flapping, hovering, gliding. അതും കൂടെ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നോട്ട്സ് എഴുതുക, അതുപോലെ നല്ലപോലെ വായിക്കുക. വായിച്ചതിന് ശേഷം ഡാൻസിനെ കൊണ്ട് സൈൻ ചെയ്യിച്ച് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്താണ് അതുപോലെ വായിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. നമ്മൾ കഴിഞ്ഞ മലയാളം ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? നടനത്തിന് ശക്തി എന്ന് പറയുന്ന പാട്ടായിരുന്നു പഠിച്ചതല്ലേ? നടനത്തിന് ശക്തി എന്തൊക്കെ പഠിച്ചത് നമ്മള്? പഠന പ്രവർത്തനം പഠിച്ചായിരുന്നില്ലേ? പുതിയ പദങ്ങൾ പഠിച്ചായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടോ നടനത്തിന് ശക്തിയിലെ പുതിയ പദങ്ങൾ ഏതൊക്കെയാണെന്ന്? ഇന്ന് നമുക്ക് നടനത്തിന്റെ ശക്തി എന്ന പാഠത്തിലെ വിപരീത പദങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം അല്ലേ? നോക്കിക്കേ, പ്രിയം. പ്രിയം എന്ന് വെച്ചാൽ എന്താ? പ്രിയത്തിന്റെ വിപരീത പദമാണ് അപ്രിയം. പ്രിയത്തിന്റെ വിപരീത പദം എന്താണ്? അപ്രിയം. ശാസ്ത്രീയം. ശാസ്ത്രീയത്തിന്റെ വിപരീത പദം എന്താണ്? അശാസ്ത്രീയം. ശാസ്ത്രീയത്തിന്റെ വിപരീത പദമാണ് അശാസ്ത്രീയം. സമ്പന്നം. സമ്പന്നത്തിന്റെ വിപരീത പദമാണ് ദാരിദ്ര്യം. സമ്പന്നത്തിന്റെ വിപരീത പദം എന്താണ്? ദാരിദ്ര്യം. സാധാരണ. സാധാരണത്തിന്റെ വിപരീത പദമാണ് അസാധാരണം. സാധാരണത്തിന്റെ വിപരീത പദം എന്താണ്? അസാധാരണം. ഉപകാരം. ഉപകാരത്തിന്റെ വിപരീത പദമാണ് എന്ത്? ഉപദ്രവം. അപ്പം വിപരീത പദങ്ങളാണ് നമ്മൾ പഠിക്കുന്നല്ലേ? പ്രിയത്തിന്റെ വിപരീത പദം എന്താണ്? അപ്രിയം. പ്രിയത്തിന്റെ വിപരീത പദം എന്താണ്? അപ്രിയം. പ്രിയം, അപ്രിയം. ശാസ്ത്രീയം. ശാസ്ത്രീയത്തിന്റെ വിപരീത പദം എന്താണ്? അശാസ്ത്രീയം. ശാസ്ത്രീയം, അശാസ്ത്രീയം. സമ്പന്നം. സമ്പന്നത്തിന്റെ വിപരീത പദം എന്താണ്? ദാരിദ്ര്യം. സമ്പന്നത്തിന്റെ വിപരീത പദം എന്താണ്? ദാരിദ്ര്യം. സാധാരണം. സാധാരണത്തിന്റെ വിപരീത പദം എന്താണ്? സാധാരണം. സാധാരണത്തിന്റെ വിപരീത പദമാണ് അസാധാരണം. ഉപകാരം. ഉപകാരത്തിന്റെ വിപരീത പദം എന്താണ്? ഉപദ്രവം. ഉപകാരത്തിന്റെ വിപരീത പദമാണ് ഉപദ്രവം. അപ്പൊ പ്രിയത്തിന്റെ വിപരീത പദം എന്താണ്? പ്രിയത്തിന്റെ വിപരീത പദമാണ് അപ്രിയം. പ്രിയം, അപ്രിയം. ശാസ്ത്രീയത്തിന്റെ വിപരീത പദമാണ് അശാസ്ത്രീയം. സമ്പന്നത്തിന്റെ വിപരീത പദമാണ് ദാരിദ്ര്യം. സമ്പന്നത്തിന്റെ വിപരീത പദമാണ് ദാരിദ്ര്യം. സാധാരണത്തിന്റെ വിപരീത പദമാണ് അസാധാരണം. സാധാരണത്തിന്റെ വിപരീത പദമാണ് അസാധാരണം. ഉപകാരത്തിന്റെ വിപരീത പദമാണ് ഉപദ്രവം. ഉപകാരത്തിന്റെ വിപരീത പദമാണ് ഉപദ്രവം. അപ്പൊ പ്രിയത്തിന്റെ വിപരീത പദം അപ്രിയം. സാധാരണം, അസാധാരണം. സമ്പന്നം, ദാരിദ്ര്യം. സാധാരണം, അസാധാരണം. ശാസ്ത്രീയം, അശാസ്ത്രീയം. ഉപകാരം, ഉപദ്രവം. നമുക്കിനി പര്യായ പദങ്ങൾ പഠിച്ചാലോ? സിംഹത്തിന്റെ പര്യായ പദം എന്താണ്? സിംഹത്തിന്റെ പര്യായ പദമാണ് കേസരി, ഹരി, മൃഗേന്ദ്രൻ, പഞ്ചാസ്യൻ. എന്തൊക്കെയാണ്? കേസരി, ഹരി, മൃഗേന്ദ്രൻ, പഞ്ചാസ്യൻ. സിംഹത്തിന്റെ പര്യായ പദം ഏതൊക്കെയാണ്? കേസരി, ഹരി, മൃഗേന്ദ്രൻ, പഞ്ചാസ്യൻ. ഏതൊക്കെയാണ്? കേസരി, ഹരി, മൃഗേന്ദ്രൻ, പഞ്ചാസ്യൻ. അപ്പൊ സിംഹത്തിന്റെ പര്യായ പദം ഏതൊക്കെയാണ്? കേസരി, ഹരി, മൃഗേന്ദ്രൻ, പഞ്ചാസ്യൻ. അപ്പൊ സിംഹത്തിന്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ്? കേസരി, ഹരി, മൃഗേന്ദ്രൻ, പഞ്ചാസ്യൻ.
ഇനി പട്ടിയുടെ പര്യായപദം. പട്ടിയുടെ പര്യായപദം ഏതൊക്കെയാണ്? നായ്, ഷാവ്. പട്ടിയുടെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? നായ്, ഷാവ്, ഷാന്. പട്ടിയുടെ പര്യായപദങ്ങളാണ് നായ്, ഷാവ്, ഷാന്, ശൂലകൻ. അപ്പൊ പട്ടിയുടെ പര്യായപദങ്ങളാണ് എന്തൊക്കെ? നായ്, ഷാവ്, ഷാന്, ശൂനകൻ. സിംഹത്തിന്റെ പര്യായപദങ്ങൾ ഏതൊക്കെയാണ്? കേസരി, ഹരി, മൃഗേന്ദ്രൻ, പഞ്ചാസൻ. പട്ടിയുടെയോ? നായ്, ഷാവ്, ഷാന്, ശൂനകൻ. ഇനി കല്ലിന്റെ പര്യായപദങ്ങൾ എന്തൊക്കെയാണ്? പാഷാണം, ശില, ഉപലം. ഏതൊക്കെയാണ്? പാഷാണം, ശില, ഉപലം. പാഷാണം, ശില, ഉപലം. എന്തൊക്കെയാണ് അപ്പം? കല്ലിന്റെ പര്യായപദങ്ങളാണ് എന്തൊക്കെ? പാഷാണം, ശില, ഉപലം. ഏതൊക്കെയാണ്? പാഷാണം, ശില, ഉപലം. ഇനി നമുക്ക് പിരിച്ചെഴുതുക പഠിക്കാം. പര്യായപദം നമ്മൾ 3 പഠിച്ചത് ഏതൊക്കെയാ? സിംഹം, പട്ടി, കല്ല്. സിംഹത്തിന്റെ എന്താണ്? കേസരി, ഹരി, മൃഗേന്ദ്രൻ, പഞ്ചാസൻ. പട്ടിയുടെ എന്തൊക്കെ പറഞ്ഞു? നായ്, ഷാവ്, ഷാന്, ശൂനകൻ. കല്ലിന്റെ എന്തൊക്കെ പറഞ്ഞു? പാഷാണം, ശില, ഉപലം. ഇനി പിരിച്ചെഴുതുക നോക്കാം. സാധാരണയായി എങ്ങനെ പിരിച്ചെഴുതാ? സാധാരണ അധികം ആയി. എങ്ങനെ എഴുതാ? സാധാരണ അധികം ആയി. സാധാരണ അധികം ആയി. സാധാരണയായി എങ്ങനെ പിരിച്ചെഴുതാം? സാധാരണ അധികം ആയി. സിംഹത്തെ പോലെ. സിംഹത്തെ പോലെ എങ്ങനെ എഴുതാം? സിംഹത്തെ അധികം പോലെ. സിംഹത്തെ പോലെ എങ്ങനെ എഴുതാം? സിംഹത്തെ അധികം പോലെ. നടക്കല്ല്. നടക്കല്ലിന് എങ്ങനെ പിരിച്ചെഴുതാം? നട അധികം കല്ല്. സാധാരണയായി എങ്ങനെ എഴുതാം? സാധാരണ അധികം ആയി. സിംഹത്തെ പോലെ എന്നുള്ളത് എങ്ങനെ പിരിച്ചെഴുതാം? സിംഹത്തെ അധികം പോലെ. നടക്കല്ലിന് എങ്ങനെ പിരിച്ചെഴുതാം? നട അധികം കല്ല്. അപ്പൊ സാധാരണയായി എങ്ങനെ പിരിച്ചെഴുതാം? സാധാരണ അധികം ആയി. സിംഹത്തെ പോലെ എങ്ങനെ പിരിച്ചെഴുതാം? സിംഹത്തെ അധികം പോലെ. നടക്കലിനെ എങ്ങനെ പിരിച്ചെഴുതാം? നട അധികം കല്ല്. അപ്പൊ സാധാരണയായി സാധാരണ അധികം ആയി. സിംഹത്തെ പോലെ സിംഹത്തെ അധികം പോലെ. നടക്കലിനെ എങ്ങനെ എഴുതും? നട അധികം കല്ല്. ഇനി നമുക്ക് ചേർത്ത് എഴുതുക പഠിക്കാം. ഗത്യന്തരം അധികം ഇല്ല. ചേർത്ത് എഴുതാൻ. ഗത്യന്തരം അധികം ഇല്ല. എങ്ങനെ ചേർത്ത് എഴുതാം? ഗത്യന്തരം അധികം ഇല്ലാന്ന്. ഗത്യന്തരം ഇല്ല. ഗത്യന്തരം അധികം ഇല്ല. എങ്ങനെ ചേർത്ത് എഴുതാം? ഗത്യന്തരം ഇല്ല. ഗത്യന്തരം ഇല്ല. അപ്പൊ ഗത്യന്തരം അധികം ഇല്ല എങ്ങനെ ചേർത്ത് എഴുതാം? ഗത്യന്തരം ഇല്ല. ഇളക്കി അധികം എടുത്ത്. ഇളക്കി അധികം എടുത്ത് നമ്മൾ എങ്ങനെ ചേർത്ത് എഴുതാം? ഇളക്കി എടുത്ത്. എങ്ങനെ എഴുതാം? ഇളക്കി എടുത്ത്. ഇളക്കി അധികം എടുത്ത് എങ്ങനെ ചേർത്ത് എഴുതാം? ഇളക്കി എടുത്ത്. ഇളക്കി അധികം എടുത്ത് എങ്ങനെ ചേർത്ത് എഴുതാം? ഇളക്കി എടുത്ത്. പ്രയാസം അധികം പെട്ട്. പ്രയാസം അധികം പെട്ടെന്ന് എങ്ങനെ ചേർത്ത് എഴുതാം? പ്രയാസപ്പെട്ട്. പ്രയാസം അധികം പെട്ട് എങ്ങനെ ചേർത്ത് എഴുതാം? പ്രയാസപ്പെട്ട്. പ്രയാസം
അധികം പെട്ട്. പ്രയാസം അധികം പെട്ടെന്ന് എങ്ങനെ ചേർത്ത് എഴുതാം? പ്രയാസപ്പെട്ട്. ഓമന അധികം പട്ടി. ഓമന അധികം പട്ടിന് എങ്ങനെ ചേർത്ത് എഴുതാം? ഓമനപ്പട്ടി. അപ്പൊ ഗത്യന്തരം അധികം ഇല്ല. ഗത്യന്തരം ഇല്ല. ഇളക്കി അധികം എടുത്ത്. ഇളക്കി എടുത്ത്. പ്രയാസം അധികം പെട്ട്. പ്രയാസപ്പെട്ട്. ഓമന അധികം പട്ടി. ഓമന പട്ടി. ഇനി നമുക്ക് അർത്ഥ വ്യത്യാസം എഴുതുക. അർത്ഥ വ്യത്യാസം എഴുതുക. നോക്കിക്കേ. ക്ഷണം. ക്ഷണം എന്ന് പറഞ്ഞ എങ്ങനെയാ? നിമിഷം. ക്ഷണം എന്ന് വെച്ചാ നിമിഷം. ക്ഷണം നിമിഷം. ക്ഷണം എന്ന് വെച്ചാ നിമിഷം. ക്ഷണനം. ക്ഷണനം എന്ന് വെച്ചാൽ എന്താ? കൊല. ക്ഷണനം എന്ന് വെച്ചാൽ എന്താ? കൊല. നടനം. നടനം എന്ന് വെച്ചാൽ അഭിനയം. നാട്യം എന്ന് വെച്ചാൽ എന്താ? നൃത്തം. നാട്യം എന്ന് വെച്ചാൽ എന്താ? നൃത്തം. നാട്യം എന്ന് വെച്ചാൽ എന്താ? നൃത്തം. നാട്യം എന്ന് വെച്ചാൽ എന്താണ്? നൃത്തം. അപ്പം ക്ഷണം എന്ന് വെച്ചാൽ എന്താ? നിമിഷം. ക്ഷണം എന്ന് വെച്ചാൽ എന്താ? നിമിഷം. ക്ഷണം എന്ന് വെച്ചാൽ എന്താ? കൊല. നടനം എന്ന് വെച്ചാൽ എന്താ? അഭിനയം. നാട്യം എന്ന് വെച്ചാൽ എന്താ? നൃത്തം. ശരിയായിട്ടുള്ള വാക്കാണ് ശാസ്ത്രീയം. അപ്പം ശാസ്ത്രീയമാണ് ശരിയായിട്ടുള്ള വാക്ക്. രണ്ടാമത് നോക്കിക്കേ. പരിക്രമവും പരിക്രമവും. ഏതാണ് ശരിയായിട്ടുള്ളത്? പരിക്രമമാണോ പരിക്രമമാണോ? പരിക്രമമാണ് ശരിയായിട്ടുള്ള വാക്ക്. പങ്കാളിയും പന്താളിയും. ഏതാണ് ശരിയായിട്ടുള്ള വാക്ക്? പങ്കാളിയാണോ പന്താളിയാണോ? പങ്കാളി. ശരിയായിട്ടുള്ള വാക്കാണ് പങ്കാളി. ശരിയായിട്ടുള്ള വാക്ക് ഏതാണ്? പങ്കാളി. അപ്പം ശാസ്ത്രീയം ശരിയായിട്ടുള്ള വാക്കാണ്. പരിശ്രമം ശരിയായിട്ടുള്ള വാക്കാണ്. പങ്കാളി ശരിയായിട്ടുള്ള വാക്കാണ് അല്ലേ? ഇനി നമുക്ക് ഒറ്റ വാക്ക് എഴുതുക പഠിക്കാം. ഒറ്റ വാക്ക് ഏതാണ്? കലയുടെ ലോകം. കലയുടെ ലോകത്തെ എന്തെന്ന് പറയും? കലാലോകം. ഒറ്റ വാക്ക് നോക്കിക്കേ. കലയുടെ ലോകം. കലയുടെ ലോകത്തെ എന്തോ പറയും? കലാലോകം. കലയുടെ ലോകത്തെ എന്തോ പറയും? കലാലോകം. കലയുടെ ലോകത്തെ എന്തോ പറയും? കലാലോകം എന്ന് പറയും. ഓമനയായ പട്ടി. ഓമനപ്പട്ടി. ഓമനയായ പട്ടി ഒറ്റ വാക്ക് എന്താണ്? ഓമനപ്പട്ടി. ഓമനയായ പട്ടി. ഓമനപ്പട്ടി. ജനങ്ങൾക്ക് പ്രിയമായത്. എങ്ങനെ എഴുതാം ഒറ്റ വാക്ക്? ജനങ്ങൾക്ക് പ്രിയമായത്. ജനപ്രിയം. ജനങ്ങൾക്ക് പ്രിയമായത് എങ്ങനെയാ? ജനപ്രിയം. ജനങ്ങൾക്ക് പ്രിയമായത് ജനപ്രിയം. കലയുടെ രൂപം. കലാരൂപം. കലയുടെ രൂപത്തെ എന്തെന്ന് പറയും? കലാരൂപം. കലയുടെ രൂപത്തെ എന്തെന്ന് പറയും? കലാരൂപം. കലയുടെ രൂപത്തെ എന്തെന്ന് പറയുന്നത്? കലാരൂപം. അപ്പൊ നോക്കിക്കേ. കലയുടെ ലോകത്തെ എന്തെന്ന് പറയും? കലാലോകം. കലയുടെ ലോകത്തെ എന്തെന്ന് പറയും? കലാലോകം. ഓമനയായ പട്ടി. ഓമനയായ പട്ടി. ഓമനപ്പട്ടി. ജനങ്ങൾക്ക് പ്രിയമായത്. ജനങ്ങൾക്ക് പ്രിയമായത് ജനപ്രിയം. കലയുടെ രൂപം. കലാരൂപം. കലയുടെ രൂപം എന്താ? കലാരൂപം. അപ്പം കലയുടെ ലോകം, കലാലോകം, ഓമനയായ പട്ടി, ഓമനപ്പട്ടി, ജനങ്ങൾക്ക് പ്രിയമായത് ജനപ്രിയം, കലയുടെ രൂപം, കലാരൂപം. ഇനി നമുക്ക് ഉത്തരം എഴുതുക നോക്കാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കൂത്ത് അവതരിപ്പിക്കുന്നത് ആര്? കൂത്ത് അവതരിപ്പിക്കുന്ന ആരാണ്? കൂത്ത് അവതരിപ്പിക്കുന്നത് ചാക്യാരാണ്. കൂത്ത് അവതരിപ്പിക്കുന്നത് ആരാണ്? കൂത്ത് അവതരിപ്പിക്കുന്നത് ചാക്യാർ. കൂത്ത് അവതരിപ്പിക്കുന്ന ആരാണ്? ചാക്യാർ. കൂത്ത് അവതരിപ്പിക്കുന്ന ആരാണ്? ചാക്യാരാണ് കൂത്ത് അവതരിപ്പിക്കുന്നത്. അമ്മന്നൂരിൽ തുല്യം അമ്മന്നൂർ മാത്രം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അമ്മന്നൂരിൽ തുല്യം അമ്മന്നൂർ മാത്രം എന്ന് പറയാൻ കാരണം എന്താണ്?
കൂത്തിന്റെ വേഷത്തിലും ഭംഗിയിലും അഭിനയത്തിന്റെ മികവിലും അമ്മന്നൂര് തുല്യം വെക്കാൻ ആരുമില്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? അമ്മന്നൂര് തുല്യം അമ്മന്നൂർ എന്ന് പറയാൻ കാരണം. എന്തുകൊണ്ടാണ് അമ്മന്നൂര് തുല്യം അമ്മന്നൂർ മാത്രം എന്ന് പറഞ്ഞത്? കൂത്തിന്റെ വേഷത്തിലും ഭംഗിയിലും അഭിനയത്തിന്റെ മികവിലും അമ്മന്നൂര് തുല്യം വെക്കാൻ ആരുമില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഐതിഹ്യമാലയുടെ കർത്താവ് ആരാണ്? ഐതിഹ്യമാലയുടെ കർത്താവാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ഐതിഹ്യമാലയുടെ കർത്താവ് ആരാണ്? കൊട്ടാരത്തിൽ ശങ്കുണ്ണി. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ഐതിഹ്യമാലയുടെ കർത്താവ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. റെസിഡന്റ് സാഹിബിന്റെ പട്ടിയെ കണ്ടാൽ ആരും ഭയന്നു പോകും. എന്തുകൊണ്ടാണ് റെസിഡന്റ് സാഹിബിന്റെ പട്ടിയെ കണ്ടാൽ ആരും ഭയന്നു പോകുമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാ കാരണം? പട്ടിയെ കണ്ട റെസിഡന്റ് സാഹിബിന്റെ പട്ടിയെ കണ്ട സിംഹത്തെ പോലെ തോന്നും. റെസിഡന്റ് സാഹിബിന്റെ പട്ടിയെ കണ്ട സിംഹത്തെ പോലെ തോന്നുകയും ആ പട്ടി കാണുന്നവരേക്ക് എന്ത് ചെയ്യും? മണത്ത് നോക്കും. എന്തുകൊണ്ടാണ് എല്ലാവരും ഭയക്കുന്നത്? റെസിഡന്റ് സാഹിബിന്റെ പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാ? സിംഹത്തെ പോലെ തോന്നും. കാണുന്നവരൊക്കെ ആ പട്ടി എന്ത് ചെയ്യും? മണത്ത് നോക്കും. അപ്പം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. പട്ടിയെ ഓടിക്കാൻ ചാക്യാർ എന്തു ചെയ്തു? പട്ടി ഓടിക്കാൻ വേണ്ടി ചാക്യാർ എന്താ ചെയ്തത്? പട്ടിയെ ഓടിക്കാൻ ചാക്യാർ എന്താ ചെയ്തത്? പട്ടി ചാക്യാരുടെ അടുത്ത് എത്തിയപ്പം പോ പട്ടി എന്നൊക്കെ പറഞ്ഞിട്ടും ഇംഗ്ലീഷ് അറിയാവുന്ന ആ പട്ടി പോയില്ല. അപ്പൊ പട്ടിയാണെങ്കിൽ ചാക്യാരുടെ അടുത്ത് എത്തിയപ്പം പോ പട്ടി എന്നൊക്കെ ചാക്യാര് പറഞ്ഞിട്ടും ഇംഗ്ലീഷ് അറിയാവുന്ന ആ പട്ടി പോയില്ല. അവസാനം ചാക്യാർ എന്തു ചെയ്ത്? അവസാനം ചാക്യാർ കല്ലെടുക്കുന്നതായിട്ട് നടിച്ചിട്ട് ഒരു ഏറ് വെച്ച് കൊടുത്തു. ഏറ് കൊണ്ട് പട്ടി എന്ത് ചെയ്ത്? മുങ്ങിക്കൊണ്ട് പോയി. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? പട്ടി ഓടിക്കാൻ ചാക്യാർ എന്താണ് ചെയ്തത്? പട്ടി ഓടിക്കാൻ ചാക്യാർ എന്ത് ചെയ്തു? പട്ടി ചാക്യാരുടെ അടുത്തെത്തിയപ്പോൾ പോ പട്ടി എന്നൊക്കെ പറഞ്ഞിട്ടും ഇംഗ്ലീഷ് അറിയാവുന്ന ആ പട്ടി പോയില്ല. അവസാനം ചാക്യാർ ഒരു കല്ലെടുക്കുന്നതായിട്ട് നടിച്ചിട്ട് ഒരു ഏറ് വെച്ച് കൊടുത്തു. ഏറ് കൊണ്ട പട്ടി മുങ്ങിക്കൊണ്ട് പോയി. ആറാമത്തെ ദിവസം നോക്കിക്കേ. മദാമ പരിശ്രമിച്ച് എന്തുകൊണ്ടാ? തലയിൽ കല്ല് വീണെന്ന് കരുതി സായിപ്പ് ബോധം കെട്ട് വീണു. അപ്പം സായിപ്പിന്റെ തലയിൽ കല്ല് വീണെന്ന് കരുതിയാണ് മദാമ പരിശ്രമിച്ചത്. അപ്പൊ മദാമ പരിശ്രമിച്ചെന്താ? തലയിൽ കല്ല് വീണെന്ന് കരുതി സായിപ്പ് എന്ത് ചെയ്തു? ബോധം കെട്ട് വീണ്. സായിപ്പിന്റെ തലയിൽ കല്ല് വീണെന്ന് കരുതിയാണ് മദാമ പരിശ്രമിച്ചു പോയത്. അപ്പൊ മദാമ പരിശ്രമിച്ച് എന്താണ്? തലയിൽ കല്ല് വീണെന്ന് കരുതി സായിപ്പ് ബോധം കെട്ട് വീണ്. അപ്പൊ സായിപ്പിന്റെ തലയിൽ കല്ല് വീണെന്ന് കരുതിയാണ് മദാമ പരിശ്രമിച്ചത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. മദാമ സാഹിബിനെ ബോധ്യപ്പെടുത്തിയ കാര്യമുണ്ട്. എന്ത് കാര്യമാണ് മദാമ സാഹിബിനെ ബോധ്യപ്പെടുത്തിയത്? സാഹിബിന്റെ തലയിൽ കല്ല് വീണില്ല എന്നാണ് മദാമ ബോധ്യപ്പെടുത്തിയത്. എന്താണ് ബോധ്യപ്പെടുത്തിയത്? സാഹിബിന്റെ തലയിൽ കല്ല് വീണില്ലെന്നാണ് മദാമ സാഹിബിനെ ബോധ്യപ്പെടുത്തിയത്. മദാമ സാഹിബിനെ ബോധ്യപ്പെടുത്തിയ കാര്യം എന്താണ്? സാഹിബിന്റെ തലയിൽ കല്ല് വീണിട്ടില്ല എന്നാണ് മദാമ സാഹിബിനെ ബോധ്യപ്പെടുത്തിയത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. സായിപ്പ് ചാക്യാർക്ക് പാരിതോഷികം നൽകാൻ കാരണം എന്താണ്? സായിപ്പ് ചാക്യാർക്ക് പാരിതോഷികം എന്ന് വെച്ചാൽ സമ്മാനം നൽകാൻ കാരണം എന്താണ്? സായിപ്പ് ചാക്യാർക്ക് സമ്മാനങ്ങൾ നൽകാൻ കാരണം എന്താണ്? ചാക്യാരുടെ അഭിനയ ശേഷിയിൽ മതിപ്പ് തോന്നിയിട്ടാണ് സായിപ്പ് ചാക്യാർക്ക് പാരിതോഷികങ്ങൾ സമ്മാനങ്ങൾ നൽകിയത്. അപ്പൊ സായിപ്പ് ചാക്യാർക്ക് പാരിതോഷികങ്ങൾ അതായത് സമ്മാനങ്ങൾ നൽകാൻ കാരണം എന്താണ്? സായിപ്പ് ചാക്യാർക്ക് പാരിതോഷികങ്ങൾ നൽകാൻ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ചാക്യാരുടെ അഭിനയ ശേഷിയിൽ മതിപ്പ് തോന്നിയിട്ടാണ് സായിപ്പ് ചാക്യാർക്ക് പാരിതോഷികം നൽകിയത്. ചാക്യാരുടെ അഭിനയ ശേഷിയിൽ മതിപ്പ് തോന്നിയിട്ടാണ് സായിപ്പ് ചാക്യാർക്ക് പാരിതോഷികം നൽകിയത്. മാതൃക പോലെ എഴുതുക. നടക്കുന്നു നടപ്പ് എങ്ങനെ എഴുതിയിരിക്കുന്നത്? നടപ്പ്. കിടക്കുന്നു നമ്മൾ എങ്ങനെ എഴുതാം? കിടപ്പ്. കിടക്കുന്നു എങ്ങനെ എഴുതാം? കിടപ്പ്. ഇരിക്കുന്നു എങ്ങനെ എഴുതാം? ഇരിപ്പ്.
എഴുതാം? നിൽപ്പ്. നടക്കുന്നു എങ്ങനെ എഴുതാം? നടപ്പ്. കിടക്കുന്നു എങ്ങനെ എഴുതാം? കിടപ്പ്. ഇരിക്കുന്നു എങ്ങനെ എഴുതാം? ഇരിപ്പ്. നിൽക്കുന്നു നിൽപ്പ്. ഇത് നോക്കിക്കേ, സുമ ഉറങ്ങുന്നു, സുമ ഉറങ്ങി, സുമ ഉറങ്ങും. നോക്കിക്കേ, സുമ ഉറങ്ങുന്നു, സുമ ഉറങ്ങി, സുമ ഉറങ്ങും. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, രാമു കളിക്കുന്നു, രാമു കളിക്കുന്നു, രാമു കളിച്ചു. എങ്ങനെ എഴുതാം? രാമു കളിച്ചു. രാമു കളിക്കുന്നു. അപ്പൊ എന്ത് ചെയ്താൽ നമുക്ക്? രാമു കളിച്ചു, രാമു കളിച്ചു. രാമു കളിക്കുന്നു, രാമു കളിച്ചു, രാമു കളിക്കും. രാമു കളിക്കുന്നു, രാമു കളിച്ചു, രാമു കളിക്കും. ഗീത പ്രവേശിക്കുന്നു, ഗീത പ്രവേശിച്ചു, ഗീത പ്രവേശിക്കും, ഗീത പ്രവേശിക്കുന്നു. എങ്ങനെ എഴുതാം? ഗീത പ്രവേശിക്കുന്നു, ഗീത പ്രവേശിച്ചു, ഗീത പ്രവേശിക്കും, ഗീത പ്രവേശിച്ചു. ഗീത പ്രവേശിക്കുന്നു. എങ്ങനെ എഴുതാം? ഗീത പ്രവേശിക്കുന്നു, ഗീത പ്രവേശിച്ചു. പിന്നെ എന്താ? ഗീത പ്രവേശിക്കും. അപ്പം രാമു കളിക്കുന്നു, രാമു കളിച്ചു, രാമു കളിക്കും. എന്നുവെച്ചാ രാമു കളിക്കുന്നു, ഇപ്പൊ ചെയ്തോണ്ടിരിക്കുക, രാമു കളിച്ചുകൊണ്ടിരിക്കുന്നു. രാമു കളിക്കുന്നു, രാമു കളിച്ചു, രാമു എന്ത് ചെയ്ത്? കളിച്ചു. പിന്നെന്താ? രാമു കളിക്കും, ഇനി കളിക്കും, രാമു കളിക്കും. ഗീത പ്രവേശിക്കുന്നു, ഗീത പ്രവേശിച്ചു, ഗീത ഇനി പ്രവേശിക്കും, ഗീത പ്രവേശിക്കും. അടുത്ത് നോക്കിക്കേ, കുട്ടി ചായ കുടിക്കുന്നു, കുട്ടി ചായ കുടിക്കുന്നു, കുട്ടി ചായ കുടിച്ചു, കുട്ടി ചായ കുടിക്കും. നോക്കിക്കേ, കുട്ടി ചായ കുടിക്കുന്നു. എഴുതാം? കുട്ടി ചായ കുടിച്ചു, കുട്ടി ചായ കുടിച്ചു. കുട്ടി ചായ കുടിച്ചു. പിന്നെ എഴുതാം? കുട്ടി ചായ കുടിക്കും, കുട്ടി ചായ കുടിക്കും. കുട്ടി ചായ കുടിക്കും. കുട്ടി ചായ കുടിക്കുന്നു, കുട്ടി ചായ കുടിച്ചു, കുട്ടി ചായ കുടിക്കും. അപ്പൊ നോക്കിക്കേ, സുമ ഉറങ്ങുന്നു, സുമ ഉറങ്ങി, സുമ ഉറങ്ങും. രാമു കളിക്കുന്നു, രാമു കളിച്ചു, രാമു കളിക്കും. ഗീത പ്രവേശിക്കുന്നു, ഗീത പ്രവേശിച്ചു, ഗീത പ്രവേശിക്കും. കുട്ടി ചായ കുടിക്കുന്നു, കുട്ടി ചായ കുടിച്ചു, കുട്ടി ചായ കുടിക്കും. നോക്കിക്കേ, ഒരു പാട്ട് പാടുന്നു, ഒരു പാട്ട് പാടുന്നു, ഒരു പാട്ട് പാടാമോ? ഒരു പാട്ട് പാടുന്നു, ഒരു പാട്ട് പാടാമോ? എങ്ങനെ എഴുതാൻ പഠിച്ചത്? ഒരു പാട്ട് പാടുന്നു, ഒരു പാട്ട് പാടാമോ? ഒരു പാട്ട് പാടുന്നു, ഒരു പാട്ട് പാടാമോ? കൂട്ട് കൂടുന്നു, കൂട്ട് കൂടുമോ? കൂട്ട് കൂടുന്നു, കൂട്ട് കൂടുന്നു എങ്ങനെ എഴുതാം? കൂട്ട് കൂടുമോ? കൂട്ട് കൂടുമോ? കൂട്ട് കൂടുന്നു, കൂട്ട് കൂടുന്നു, കൂട്ട് കൂടാമോ? കൂട്ട് കൂടുന്നു, കൂട്ട് കൂടാമോ? കൂട്ട് കൂടുന്നു, കൂട്ട് കൂടുന്നു, കൂട്ട് കൂടുമോ? കൂട്ട് കൂടുന്നു, കൂട്ട് കൂടുന്നു എങ്ങനെ എഴുതാം? കൂട്ട് കൂടുമോ? ചായ കുടിക്കുന്നു, ചായ കുടിക്കുമോ? ചായ കുടിക്കുന്നു എങ്ങനെ എഴുതാം? ചായ കുടിക്കുമോ? ചായ കുടിക്കുമോ?
എഴുന്നേറ്റ് നിൽക്കുന്നത് എങ്ങനെ എഴുതാം? എഴുന്നേറ്റ് നിൽക്കുമോ? എഴുന്നേറ്റ് നിൽക്കുന്നു എങ്ങനെ എഴുതാം? എഴുന്നേറ്റ് നിൽക്കുമോ? എഴുന്നേറ്റ് നിൽക്കുന്നതിന് എങ്ങനെ എഴുതാം? എഴുന്നേറ്റ് നിൽക്കുമോ? പുസ്തകം എടുത്തു വെക്കുന്നു. പുസ്തകം എടുത്തു വെക്കുന്നു എങ്ങനെ എഴുതാം? പുസ്തകം എടുത്തു വെക്കുന്നതിനെ പുസ്തകം എടുത്ത് വെക്കുമോ? പുസ്തകം എടുത്ത് വെക്കുമോ? വെക്കുമോ? പുസ്തകം എടുത്തു വെക്കുന്നു എങ്ങനെ എഴുതാം? പുസ്തകം എടുത്തു വെക്കുന്നു എന്നുള്ളത് പുസ്തകം എടുത്ത് വെക്കുമോ? പുസ്തകം എടുത്തു വെക്കുമോ? പാഠം പറഞ്ഞു കൊടുക്കുന്നു എങ്ങനെ എഴുതാം? പാഠം പറഞ്ഞു കൊടുക്കുന്നു എങ്ങനെ എഴുതാം? പാഠം പറഞ്ഞു കൊടുക്കുമോ? പാഠം പറഞ്ഞ് കൊടുക്കുമോ? പാഠം പറഞ്ഞു കൊടുക്കുന്നു എങ്ങനെ എഴുതാം? പാഠം പറഞ്ഞു കൊടുക്കുമോ? നോക്കിക്കേ, നടക്കുന്നു നടക്കുന്നു എങ്ങനെ എഴുതും? നടപ്പ്. കിടക്കുന്നു കിടപ്പ്. ഇരിക്കുന്നു എങ്ങനെ എഴുതാം? ഇരിപ്പ്. നിൽക്കുന്നു നിൽപ്പ്. സുമ ഉറങ്ങുന്നു സുമ ഉറങ്ങി സുമ ഉറങ്ങും. രാമു കളിക്കുന്നു രാമു കളിച്ചു രാമു കളിക്കും. ഗീത പ്രവേശിക്കുന്നു ഗീത പ്രവേശിച്ചു ഗീത പ്രവേശിക്കും. കുട്ടി ചായ കുടിക്കുന്നു കുട്ടി ചായ കുടിച്ചു കുട്ടി ചായ കുടിക്കും. ഒരു പാട്ട് പാടുന്നു ഒരു പാട്ട് പാടാമോ? ഒരു പാട്ട് പാടുന്നു ഒരു പാട്ട് പാടുമോ? കൂട്ട് കൂടുന്നു കൂട്ട് കൂടുമോ? ചായ കുടിക്കുന്നു ചായ കുടിക്കുമോ? എഴുന്നേറ്റ് നിൽക്കുന്നു എഴുന്നേറ്റു നിൽക്കുമോ? പുസ്തകം എടുത്ത് വെക്കുന്നു പുസ്തകം എടുത്ത് വെക്കുമോ? പാഠം പറഞ്ഞു കൊടുക്കുന്നു പാഠം പറഞ്ഞ് കൊടുക്കുമോ? അപ്പൊ ഇന്ന് പഠിച്ച മലയാളത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്ന് പഠിച്ച പഠനപ്രവർത്തനം എല്ലാവർക്കും മനസ്സിലായോ? ഈ വീഡിയോടൊപ്പം ടീച്ചർ നോട്ട് കൂടി തരുന്നുണ്ട്. എല്ലാവരും നോട്ട് എഴുതി ടീച്ചർക്ക് ഇട്ട് തരണം. എന്നിട്ട് അത് പഠിച്ചിട്ട് വോയിസും കൂടി ഇട്ട് തരണം. അപ്പൊ നമുക്ക് ക്ലാസ് വൈകിട്ട് ചെയ്താലോ? നമുക്ക് താങ്ക് യു. Did you get ready in the dark or something? 'Cause you look like a beautiful nightmare.